എല്ലാ ഡിസ്ട്രാക്ഷനുകളും മാറി കർത്താവിൻ്റെ അന്തരീക്ഷം എൻ്റെ മേൽ വ്യാപരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അന്തരീക്ഷം എൻ്റെ മേൽ വ്യാപരിക്കുവാൻ കർത്താവ് ഇടയാക്കണം, കർത്താവ് ഇടയാക്കണം, കർത്താവ് ഇടയാക്കണം. ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ 2026 എൻ്റെ കൂടെ പറയാമോ? ഞാൻ ആത്മാക്കളെ നേടുമെന്ന് പറഞ്ഞു. ഉറക്കെ പറഞ്ഞു, ആത്മാക്കളെ ജാതികളെ അവകാശമാക്കി, അല്ലേ? അങ്ങനെ പറഞ്ഞെങ്കിൽ ജാതികളെ അവകാശമാക്കി ഭൂമിയുടെ അറ്റത്തോളം. അപ്പം അവകാശമാക്കി തരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തൊരു വാശി വേണം, ഞാൻ നേടും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവേ ആത്മാക്കളെ തരണം. തമ്പുരാൻ പറയുന്നു ഞാൻ ആത്മാക്കളെ ജാതികളെ അവകാശമാക്കി. ഒരു ഹല്ലേലൂയ പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. അപ്പം പല പ്രോമിസുകളും കേൾക്കുമ്പോൾ, പല വാഗ്ദത്തങ്ങളും കേൾക്കുമ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് പല പ്രവചനങ്ങളും പല ആലോചനകളും നമ്മുടെ ജീവിതത്തിൽ സമയം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ സമയം അടുത്തിട്ടും നടക്കാതിരിക്കുന്നെന്ന് പല ആൾക്കാരും ചോദിക്കും, അല്ലേ? അപ്പോൾ കറക്കി കുത്തിയൊരു ഉത്തരത്തിലേക്ക് നമ്മൾ വരും. ഒന്നെങ്കിൽ ആ പ്രവചിച്ച പറഞ്ഞ ദൈവദാസൻ കള്ളപ്രവാചകൻ. നമ്മൾ നോർമൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് എല്ലാവരും പറയുന്ന. ഒത്തിരി ഇങ്ങനെ പല സ്ഥലത്തു നിന്നുമൊക്കെ ഈ കാഴ്ച അല്ലെങ്കിൽ മിക്ക പ്രെയർ ലൈനിലുമൊക്കെ മിക്ക ദൈവദാസന്മാരും ഒക്കെ ഈ വിഷയം പറയാറുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മളെപ്പോഴും ഓർത്തണം, ഒരു പ്രോമിസ് നമുക്ക് കിട്ടിയാൽ, ഒരു വാഗ്ദത്തം നമുക്ക് ലഭിച്ചാൽ രണ്ട് രീതിയിലാണിത് പ്രവർത്തിക്കുക. ഒന്ന് തന്നെ വന്ന് നടക്കുന്നതുണ്ട്, ഒന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതുണ്ട്. രണ്ടാമത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. അബ്രഹാമിനോടും സാറായോടും തമ്പുരാൻ കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞ് കുറേ വർഷം നടന്നു. വർഷത്തോളം കണക്ക് പ്രകാരം 17 വർഷത്തോളം ഒരു കണക്ക് നിൽക്കുന്നു. 17 വർഷത്തോളം ഒന്നും സംഭവിച്ചില്ല. ഏറ്റവും ഒടുവിലൊരു വാക്യമുണ്ട്, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ചില വാഗ്ദത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അവകാശമാക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഒന്നുകൂടെ ഞാൻ പറയാം, ചില വാഗ്ദത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിലത് തന്നെ വരുന്നതുണ്ട്. ഹന്നയുടെ മേൽ തന്നെ വന്നതാ. ഹന്ന അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊന്നുമില്ല. എലി പുരോഹിതൻ പറഞ്ഞു, നിനക്ക് അടുത്ത കൊല്ലം എന്ത് അല്ലെങ്കിൽ നിനക്ക് ഒരു ആൺതലമുറ ദൈവം തരട്ടെ. അതുകൊണ്ട് തീർന്നു, തന്നെ അങ്ങ് ഓപ്പണായി വന്നു. പക്ഷെ സാറായും അബ്രഹാമും സ്ട്രഗിൾ ചെയ്യുക. ഒരു സ്തോത്രം പറഞ്ഞു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറഞ്ഞത്, അങ്ങനെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ ഈ തലമുറകളൊക്കെ ഇങ്ങനെ വർഷിപ്പ് ചെയ്തപ്പോൾ ഞാൻ ഇന്നലെ ബെന്നിബദറിനോടും ലിനിയാനോടും പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഇച്ചിരി താമസിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇച്ചിരി ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാര്യം യേശുവിൻ്റെ പ്രത്യേകത, കർത്താവ് നമുക്ക് മുമ്പേ വരുന്ന ആളാണ്. ഒരു സ്വതം കർത്താവ് നമുക്ക് മുമ്പേ എത്തുന്ന ആളാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് യഹോവ കുനിഞ്ഞ്. നമ്മൾ ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ യഹോവ നമ്മളെ കുനിഞ്ഞു നോക്കുക. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഒരു വർഷിപ്പ് ചെയ്തപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ കുവൈറ്റിൽ ദൈവകൃപയാൽ ശുശ്രൂഷയ്ക്ക് പോകുന്ന ആ സമയത്ത് ഒരു ബ്രദർ അവിടെ ഉണ്ടായിരുന്നു, റൂംമേറ്റായിട്ട്. അദ്ദേഹത്തിന് വിസയില്ല. ഞാൻ സാക്ഷ്യം പലതവണ പറഞ്ഞോളൂ, എങ്കിലും ഈ ഒരു കണ്ടപ്പം തോന്നിയതാ. അദ്ദേഹം ഒരു ദൈവദാസന്റെ മോനാണ്. 7 വർഷമായിട്ട് അദ്ദേഹം നാട്ടിൽ പോയില്ല. അദ്ദേഹത്തിന്റെ കാരണമല്ല, അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു ഓണർ, അവിടുത്തുകാരനായ കുവൈറ്റുകാരനായ ഒരു മനുഷ്യന്റെ ഉപദ്രവ നിമിത്തം അദ്ദേഹത്തിന്റെ വിസ കട്ട് ചെയ്ത് വലിയൊരു ക്രിമിനൽ കേസ് അദ്ദേഹത്തിന്റെ മേൽ ചുമത്തി പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തെ ലോക്ക് ചെയ്തു. എങ്ങനെ കളിച്ചാലും പുറത്തേക്ക് പോകണ്ടത്തില്ല. അങ്ങനെ പുറത്തേക്ക് പോകണമെങ്കിൽ ലക്ഷങ്ങൾ ഇന്ത്യൻ മണി അല്ലെങ്കിൽ അവിടുത്തെ പൈസ കൊടുത്ത് വേണം റിലീസ് ചെയ്ത്. ജോലിക്ക് വന്ന സാധാരണക്കാരനായ മനുഷ്യനാണ്, സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പൊ 7 വർഷമായിട്ട് ജോലിയൊന്നുമില്ല, 7 വർഷമായിട്ട് നാട്ടിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം പൊതുമാപ്പ് അല്ലെ, വരെ പൊതുമാപ്പ് എന്ന് പറഞ്ഞ സംഭവം അവിടെ ഉണ്ട്, അല്ലേ? മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ ആളുകളെ റിലീസ് ചെയ്യും. അപ്പൊ ഇവരിങ്ങനെ പൊതുമാപ്പിന് അങ്ങോട്ട് പോകണമെങ്കിൽ റിസ്കാ. പോകുന്ന വഴിയെങ്ങാനും പിടിച്ചാൽ വലിയ വിഷയമാണ്. അപ്പൊ ഞാൻ ഈ റൂമിൽ ചെന്നപ്പോൾ ഞാൻ ഓർത്ത് ഇദ്ദേഹം വല്ല ജോലിക്ക് പോകുന്ന ആളെന്ന് വിചാരിച്ചു. പക്ഷെ എവിടെ പ്രാർത്ഥന ഉണ്ടെങ്കിലും പുള്ളിയാണ് വർഷിപ്പ് ചെയ്യുന്നത്. ഒരു സ്തോത്രം പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ വർഷിപ്പ് കണ്ടാൽ നമ്മൾ ഒരിക്കലും ഇദ്ദേഹം 7 വർഷമായിട്ട് കുരുക്കി കിടക്കുന്നയാളാന്ന് തോന്നത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നെ പ്രിയ മക്കളോട് ആരാധിച്ചപ്പോൾ ഞാൻ കണ്ട വലിയൊരു ആനന്ദം അവിടെ കാണാൻ ഇടയായി തീർന്നു.
പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹം എന്നെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഈ പോലീസിന്റെ വണ്ടി കാണുമ്പോൾ ഓടി ഒളിക്കും. ഇതിങ്ങനെ സൈറൻ അടിച്ച് വരുന്ന സമയത്ത് ഓടി ഒളിച്ചപ്പോഴാണ് കാര്യം തിരക്കിയത്. പുള്ളി എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് വിഷയമൊന്നുമില്ല, ഇവർ പിടിച്ചാൽ 3 മാസം കേട്ടത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, വലിയ പീഡയുണ്ടാകും, അതിനുശേഷം കയറ്റി വിടുന്നാലും അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞു, കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഒരു കാലല്ലേ പറഞ്ഞു, ഒരു സ്വത്രം പറഞ്ഞേ. ഞാൻ ആ വിഷയത്തിലേക്ക് ഇങ്ങ് വരാം, എന്തുകൊണ്ടത് പറയാൻ കാരണം. അപ്പൊ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം റൂമിൽ ഒളിച്ചിരുന്നില്ല, ദൈവത്തിന്റെ ആരാധിക്കുവാൻ തുടങ്ങി. അദ്ദേഹം വർഷിപ്പുകൾ ലീഡ് ചെയ്യാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു പ്രാർത്ഥന പോലും മുടക്കാതെ അവിടെ ഏതൊക്കെ സഭകൾ ഇദ്ദേഹത്തെ വിളിച്ചാലും ഇദ്ദേഹം ഒളിച്ചും പാത്തുമൊക്കെ അവിടെ ആരാധന ലീഡ് ചെയ്യാനും ഒക്കെ പോകും. അങ്ങനെ നിന്നൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് വേണ്ടി ഒരു സ്പോൺസർ റെഡിയായി. സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ലക്ഷങ്ങൾ കെട്ടിവെക്കണം, അല്ലെങ്കിൽ ഒറ്റ വഴി പൊതുമാപ്പ്. ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നതാണെങ്കിൽ ഞാൻ ഇവിടെ ഫലം കായ്ക്കും. സ്വയം വിളിച്ചു പറയണം, എന്നെ കൊണ്ടുവന്ന ദൈവത്താൽ ഞാൻ ഫലം കായ്ക്കും. ചില വാഗ്ദത്തങ്ങൾ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ശ്രദ്ധിച്ചോണേ, ചിലത് തന്നെ വരും. ആൾക്കാരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു പ്രവചനമോ ഒരു ദൈവിക ആലോചന കേട്ടാൽ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ വരുന്നതുണ്ട്, നമ്മൾ പ്രാപിക്കേണ്ടതുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് വാഗ്ദത്തങ്ങളെ പ്രാപിച്ചവരുടെ അനുകാരികളാകണം. എങ്ങനെ അവർക്ക് കിട്ടി, എങ്ങനെ അവർക്ക് ഫലം കിട്ടി, എങ്ങനെ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ പഠിക്കണം. അത് നമ്മൾ ഫോളോ ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നമ്മൾ അതിനെ ഫോളോ ചെയ്യണം. അപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. ഇദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് റെഡിയാണ്, ഞാൻ നിനക്ക് സ്പോൺസർഷിപ്പ് തരാൻ റെഡിയാ, പക്ഷേ മറ്റേ മനുഷ്യൻ റിലീസ് ചെയ്യണം. അയാളെ റിലീസ് ചെയ്യാതിരിക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ വലിയ തുക കെട്ടിക്കൊടുക്കണം. അപ്പൊ ആ മനുഷ്യൻ ഒരു കാര്യം ചെയ്യും, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അത് മനസ്സിലായി, ട്രാപ്പാന്ന് മനസ്സിലായി. അപ്പൊ അയാള് സംസാരിച്ച്, കൊണ്ടുവരണ്ട, നീ ആദ്യം പറയുന്ന കാര്യങ്ങളൊക്കെ റെഡിയാണെങ്കിൽ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഏതൊക്കെയോ രീതിയിൽ അവർ പറഞ്ഞുറപ്പിച്ചു. അത് എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞ പ്രകാരം ഒരു ട്രാപ്പായിരുന്നു, പിന്നെ പുറത്ത് കൊണ്ടുവരും പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാപ്പായിരുന്നു. എന്നാൽ ഇത് ആദ്യം പോയി എംബസി തിരക്കി പറഞ്ഞ് ഇത്ര പൈസ അടയ്ക്കണം, ഇന്ന വലിയ കേസാന്നൊക്കെ പറഞ്ഞ് ഇയാൾ തിരിച്ചു വന്നിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവനെ ആയിട്ട് നമുക്ക് അവിടെ ചെല്ലണം, ഇവരുടെ എംബസി എന്തോ ഓഫീസിലോ എന്തോ ചെല്ലണം. ഇനി പറഞ്ഞൊക്കെ അറിയാമായിരിക്കും അവിടുത്തെ, എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ല. അവിടുത്തെ ഓഫീസ് ഞാൻ ഇവിടുന്ന് പോന്നു. ഞാൻ അദ്ദേഹത്തെ ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എനിക്ക് 2 മാസം ഉണ്ട് കഷ്ടി ഉണ്ടായിരുന്നല്ലോ അവിടെ. ഞാൻ ഇവിടുന്ന് പോന്നു. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം കേൾക്കുന്നത്. ഇവരവിടെ ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം പ്രാർത്ഥിച്ചു. അവർ ഒറ്റ ഓപ്ഷൻ, ഒന്നെങ്കിൽ പൊതുമാ പഠിച്ച് എക്സിറ്റ് പോവാം. പക്ഷെ ഇദ്ദേഹം അത് വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കണം. ഒന്നെങ്കിൽ ലോകം പറയും എക്സിറ്റ് ആണ്, പക്ഷെ ദൈവമക്കൾ പറയും എൻ്റെ ദൈവം എന്നെ നിർത്തും. അപ്പൊ ഇവിടെ ചെന്ന സമയത്ത് അവർ പറയും, അന്ന് ചെല്ലുന്നതിൻ്റെ അന്നൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഉള്ളത്തിൽ വന്നത്. ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. ഇവർ കൊണ്ടുത്തിരുന്ന ആ സെക്ഷനിൽ എന്തൊക്കെ ഡീറ്റെയിൽ ഇവനുമായിട്ട് ബന്ധപ്പെട്ട് കേസുകളുണ്ടോ അതെല്ലാം കംപ്ലീറ്റ് പോയി. ഇവർക്ക് റിക്കവറി ചെയ്തെടുക്കാൻ കഴിയാത്ത, എൻ്റെ അർത്ഥം ഇവർക്ക് ആ കേസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില ലീഡുകളെല്ലാം മിസ്സായിപ്പോയി. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഒറ്റ ഓപ്ഷൻ അവർ വെച്ചു, ഒരു കാര്യം ചെയ്യും, നിനക്ക് കേസുമില്ല, പെനാൽറ്റി അടയ്ക്കണ്ട, നിനക്ക് ഇവിടെ തുടരാം, ആരെങ്കിലും സ്പോൺസർ ചെയ്താൽ. കണ്ടോ, ഒരു പൈസ മുടക്കില്ലാതെ, ഒരു ചെലവില്ലാതെ, ഒരു കേസില്ലാതെ ദൈവം അവിടെ ഉറപ്പിച്ചൊരു സ്വത്രം പറഞ്ഞാട്ടെ. അപ്പൊ നമ്മൾ ദൈവത്തെ ഒരു വശത്ത് ആരാധിക്കാൻ തുടങ്ങിയാൽ മറുവശം ദൈവം തുറക്കും. കാരണം ഒരു വശത്ത് നാം ദൈവത്തിന് വേണ്ടി ഇറങ്ങിയാൽ മറുവശത്ത് യഹോവ യുദ്ധം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും യഹോവ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നമ്മൾ ദൈവസന്നിധിയിൽ എരിവോടെ നിൽക്കണം. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. 2026 വാശി വന്ന് ഞാൻ ആത്മാക്കളെ നേടുമെന്ന് പറ. ദൈവം എനിക്ക് അവകാശമാക്കി തരുന്നതിനെ ഞാനത് പ്രാപിക്കും. ഞാൻ കൊയ്ത്ത് കാണും, ഞാൻ യേശുവിന്റെ പ്രവൃത്തി കാണുമെന്ന് നമ്മൾ പറയണം. ഒരു വാക്ക് ഞാൻ വേഗത്തെടുക്കാം. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഇവിടുത്തെ തലമുറകളൊക്കെ ഈ രാജ്യത്ത് ജോലി ലഭിക്കും. എത്ര നിയമങ്ങൾ വിരോധമായാലും, എത്ര ദുഷ്ടൻ ഇറങ്ങി വന്നാലും ദൈവത്തെ ആരാധിക്കുന്നവന് ഒരു കുറവും വരാതെ വണ്ണം ദൈവം സൂക്ഷിക്കും. ഹല്ലേലൂയ. വളരെ സന്തോഷം. നിങ്ങളത് മുമ്പേ എല്ലാം തുടങ്ങി. ഇതുപോലെ എല്ലാ ദിവസങ്ങളും ആര് വന്നാലും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, കർത്താവുണ്ട്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നമ്മളങ്ങ് ചെയ്തോണം. ഒരു സ്വത്രം പറഞ്ഞേ. കാര്യം നിങ്ങൾ ഈ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മളിതെല്ലാം ചെയ്ത് ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ഒഴുക്ക് ആരെയൊക്കെ തൊടുവെന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല. ഒരു വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കാം.
മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിക്കാവോ? 36-37, മർക്കോസ് 4-ന്റെ 36-37 വാക്യം. നമ്മുടെ വാക്തത്വങ്ങളെ ബ്ലോക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു സാധനത്തെ പറ്റി നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാം. നമ്മൾ എവിടെയാണ് പിടിച്ച് കയറേണ്ടതെന്നുള്ള ഒരു പ്രധാന വായിച്ചു. ആ ആ ആ ആ ആമേൻ. നമുക്കറിയാം, ഒത്തിരി പ്രസംഗം നമ്മൾ കേട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് പതിഞ്ഞൊരു വചനമാണ് യേശുക്രിസ്തുവും ശിഷ്യന്മാരും അടങ്ങുന്ന പടക്. ഞാൻ എന്നാ പടകിലേക്ക് പോകുന്നില്ല. കർത്താവ് എണീറ്റ ഉടനെ അവരോട് പറഞ്ഞു, യേശുവിന്റെ വാക്ക് യേശുവിനോട് പറയണേ, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നു നിനക്ക് വിചാരം ഇല്ലയോ? യേശുവിന്റെ മറുപടിയാണ് നമുക്ക് താഴേക്ക് വായിക്കേണ്ടത്. 30 കേട്ടോ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരു സ്പിരിറ്റിനെ നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാ. ഒരു സ്പിരിറ്റ്. എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ ഒരു വാക്കുണ്ട്, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, യേശുവിന്റെ ചോദ്യം, ഇങ്ങനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഭീരുക്കളാകുന്നത്? ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഭീരുത്വം കൊണ്ടുവരുന്ന, ഫിയർ കൊണ്ടുവരുന്ന, ഭയം കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക് എല്ലാവർക്കും. നമ്മൾ പലപ്പോഴും പറയാറില്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കാതെ വരുമ്പം ആരെങ്കിലും ചോദിക്കത്തില്ല നിങ്ങളുടെ അവിശ്വാസമാണോ എന്ന് ചോദിക്കുമ്പം നമ്മൾ പലപ്പോഴും ഇല്ലില്ല, ഞാൻ ഇങ്ങനെ അവിശ്വാസം പറഞ്ഞിട്ടേ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അവിശ്വാസം വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യാറില്ല. നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് നമ്മളത് എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് തുറക്കണം. ഒരു സ്വതന്ത്രം പറഞ്ഞാണ് ശിഷ്യന്മാരുടെ അകത്തെ ഭീരുത്വത്തെ യേശു ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഭീരുക്കളാകുന്നു, ഭയപ്പെടുന്നു? ഭയം ഉണ്ടാകുന്നത് ഈ ലോകത്തിന്റെ അകത്ത് പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം. ഞാൻ സാത്താനെ ഉയർത്താൻ നിൽക്കുവല്ല, പിശാചിന്റെ ആയുധമാണ് ഭയം. ഒരു സ്വത്രം പറഞ്ഞാണ്, ശിഷ്യന്മാരുടെ അകത്തൊരു ഭയം ഉണ്ടായി. എന്താ അവരുടെ ഭയം? ഞങ്ങള് നശിച്ചു പോകാൻ വേണ്ടി പോവാ. അപ്പൊ യേശു എണീറ്റോട് ഒറ്റ ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഭീരുവാകുന്നത്, ഭയപ്പെടുന്നത്? അതിന്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മനസ്സിന്റെ അകത്തൊരു ഭയം കയറി, ഞങ്ങൾ നശിക്കുമെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നമ്മുടെ അകത്തോട്ട് കയറുന്ന ഈ ഭയം വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യണം, ഇതിനെ പുറത്താക്കാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഭീരുത്വത്തിന്റെ ആത്മാവ്, ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഭീരുത്വം, അതായത് ഭയം കൊണ്ടുവരുന്ന ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും ലോകത്തിലുണ്ട്. നമ്മളതിനെ പലപ്പോഴും, നിങ്ങളോടിപ്പം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമുക്കതിനെ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയും അല്ലേ? ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പറയും എനിക്കത് ചെയ്യാനുള്ള കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് എന്നുള്ള വാക്കൊന്ന് ബ്രാക്കറ്റ് ഇട്ടാൽ ശരിക്കും പറഞ്ഞാൽ ഭയമല്ലേ അല്ലേ? എനിക്കെല്ലാം അറിയാം, പക്ഷെ എനിക്കത് ചെയ്യാനൊരു കോൺഫിഡൻസ്, ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലായ്മയല്ല, ഭയം. എന്നാൽ അതൊരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ 11ാമത്തെ പ്രാവശ്യം നമുക്ക് ഈ ഭയമില്ല. കാരണം എന്തുവാ? ആ ഭയപ്പെടുത്തുന്ന സംഭവത്തെ നമ്മൾ ജയിക്കുക. ഇതിനാണ് നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്താണോ നിങ്ങളെ ഭയപ്പെടുത്തിയത്, ആ ഭയപ്പെടുത്തിയതിനെ നമ്മൾ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയമില്ല. നമ്മളതിനെ കോൺഫിഡൻസ് എന്നാ പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ യേശു ചില സാഹചര്യത്തിലൂടെ ശിഷ്യന്മാരെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ? ഇവരുടെ അകത്തൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും വേണ്ടി യേശു അയക്കുന്നത്? ഇവരുടെ അകത്ത് കോൺഫിഡൻസ് ഉണ്ടാകണം. അതുവരെ ലോകത്തിന് ഭൂതമെന്നും പിശാചെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഭയവാ. സാത്താൻ എന്ന് പറഞ്ഞാൽ പിശാച് ഇളകി കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ മതി, ജനം ഭയപ്പെടുക. ഈ ഭയപ്പെടുന്നവരുടെ ഇടയിലേക്ക് യേശു തന്റെ ശിഷ്യന്മാരെ ഇറക്കി വിടുക. ഈ സാധാരണക്കാര് പോയിട്ട് യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ശാസിക്കുമ്പോൾ ആദ്യം ഒരു ഭയം ഉണ്ടായി കാണും.
എന്നാൽ 3-4 ഭൂതങ്ങളെ ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ അകത്ത് ഭയമല്ല, ഇവരുടെ അകത്ത് കോൺഫിഡൻസ് ഉണ്ടായ ഒരു കാലല്ലേ പറഞ്ഞാട്ടെ. അപ്പൊ നമ്മുടെ അകത്ത് ചില സാഹചര്യങ്ങളിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകുന്നുണ്ടോ? ഈ ദിവസം ഒറ്റ പ്രാർത്ഥന എന്ത് ചെയ്യണം? കർത്താവെ, ഈ ഭീരുത്വത്തിന്റെ ഭയത്തിന്റെ ചിന്തയിൽ നിന്നും എന്നെ ശക്തീകരിക്കണം. ഒരു കാലല്ലേ പറഞ്ഞാട്ടെ. ഞാനിത് രാവിലെ ഈ വചനം മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ഞാൻ കർത്താവ് എന്തിനാണ് ഇതിനു വേണ്ടി ഇത്രയും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്? ഒരു വാക്യം നമുക്കൊന്ന് എടുക്കാം. തിമത്തിയോസിന്റെ ലേഖനം 2 തിമത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 2 തിമത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ആ വാക്യമല്ലേ ബദർ? ഈ വാക്യം ഭീരുത്വത്തിന്റെ ആത്മാവിനല്ല ശക്തിയുടെയും. തിമത്തിയോസ് 1 ഭയത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സുബോധത്തിന്റെ. ഇപ്പൊ 7-ാം വാക്യം, 2 തിമത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്. 2 തിമത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. നിങ്ങൾ നോക്കിക്കേ, അവിടെ ഒരു സ്പിരിറ്റിനെ പറ്റി പറയുന്നുണ്ട്. എന്ത് സ്പിരിറ്റാണ്? സ്പിരിറ്റ് ഓഫ് ഫിയർ. ഒരു ഹാലല്ലേ പറഞ്ഞ്. അപ്പൊ ഭയം കൊണ്ടുവരുന്ന ഒരാത്മാവ്, ഒരു സ്വത്രം പറഞ്ഞ്. എന്നാൽ യേശു അല്ലെങ്കിൽ പൗലോസ് പറയാണ് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഉറക്കെ പറ, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവ് അല്ലേ? അപ്പൊ പൗലോസ് പറയുകയാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെയോ ശക്തിയുടെ ആത്മാവ്. ഒരു ഹാലല്ലേ പറഞ്ഞേ. അപ്പൊ ഈ ശക്തിയുടെ ആത്മാവിന്റെ പ്രത്യേകത നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ഭയത്തെ മുഴുവനും തകർക്കുവാൻ കഴിയും. ഭീരുത്വത്തിന്റെ ആത്മാവിന്റെ ഇൻഫ്ലുവൻസ് വരുമ്പോഴാണ് നമ്മുടെ അകത്ത് എന്തുണ്ടാകുന്നത്? നശിച്ചു പോകുന്നു എന്നൊരു ഭയം അവർക്കകത്തുണ്ടായി. ഒരു ഹാലിലെ പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ശുശ്രൂഷയിലോ ജീവിതത്തിലോ ആത്മീയ ജീവിതത്തിലോ ഭൗതിക ജീവിതത്തിലോ പ്രാർത്ഥനയിൽ നമുക്കകത്തൊരു ഭയം ഉണ്ടാകുക, എന്തോ ഒരു ആകുലത. നമ്മളൊരിക്കലും ഭയമൊന്നും പറയത്തില്ല. നമ്മളതിനെങ്കിലും നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഹയർ ലെവൽ ഉള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും എനിക്ക് പേടിയാണെന്നൊന്നും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മളത് എനിക്ക് അവിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയും. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ അവിശ്വാസമൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ശിഷ്യന്മാരുടെ ചില ക്വാളിറ്റി നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ ഇതൊക്കെ തിരിച്ചു വരാവേ. ഈ വാക്യം കളയല്ലേ. ശിഷ്യന്മാരുടെ ചില ക്വാളിറ്റി നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി തന്നെ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ഇവിടെ ശ്രദ്ധിച്ചോണം. നമ്മൾ ഇതിനെ ഓവർകം ചെയ്യണം. അല്ലെങ്കിൽ ഇതിനെ നിങ്ങളുടെ ദൈവസന്നിധിയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഈ ഒറ്റ വിഷയമാണ്. അതാണ് ശിഷ്യന്മാര് മിടുക്കന്മാരാകാൻ കാരണം. ഈ ഒറ്റ കാരണമാണ്. ഇവർക്ക് എതിരെ വലിയൊരു വെല്ലുവിളി വന്നു. സുവിശേഷത്തെ വിലക്കേണ്ടതിന്, സുവിശേഷത്തിനെതിരെ ദേശക്കാരെല്ലാം എതിർക്കുക. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, അവിടെ കൊടുക്കുന്ന വാക്കുണ്ട്, ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. അധിപതികൾ കർത്താവിന് വിരോധമായി, അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, നീ അഭിഷേകം ചെയ്ത യേശുവിനെ നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവും ഈ നഗരത്തിൽ ഒന്നിച്ചു കൂടുന്നു. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നത് സത്യമാണ്. അടുത്ത വാക്യം 29 എന്ന് പറയും. നോക്കിക്കേ, അവരുടെ ഭീഷണികളെ നോക്കണം. കേട്ടെ നിങ്ങൾ ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണേ. 2026 വിശ്വസിക്കാൻ പറ്റുമോ? മരിച്ചതിനെ ഞാൻ ഉയർപ്പിക്കാൻ വേണ്ടി പോകുക. ഇവിടെ എന്താ തടസ്സമെന്നറിയാവോ?
എവിടെയാ തടസ്സം എന്നറിയാവോ? ഭീരുത്വത്തിന്റെ ആത്മാവിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ശിഷ്യന്മാർക്ക് മനസ്സിലായി, കർത്താവ് ഞങ്ങൾ റെഡിയാ, എവിടെ വേണേലും പോകാം, ഭാര്യനെ മക്കളെയോ എല്ലാം വിട്ടേച്ച് എവിടെ വേണേലും പോകാം, പക്ഷെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഞങ്ങൾക്ക് ഭയമാണ്. നമ്മൾ സമ്മതിച്ചു കൊടുക്കാത്തൊരു വിഷയമാണ് കേട്ടോ. നമ്മൾ ശരിക്കും സമ്മതിച്ചു കൊടുക്കാത്തൊരു വിഷയം. ശിഷ്യന്മാര് പറയാ, കർത്താവേ കാര്യമൊക്കെ ശരിയാണ്, ഇല്ലാത്ത ആവേശം നിങ്ങൾ കാണിക്കരുത്. നമ്മുടെ കുഴപ്പം ഇല്ലാത്ത ആവേശം നമ്മൾ എന്ത് ചെയ്യും? ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവേ പന്തിയോസ് പീലാത്തോസും കാര്യങ്ങളും രാജാക്കന്മാരും എല്ലാം ഞങ്ങൾക്ക് വിരോധമാണ്. ആ വാക്യത്തിൽ ഏറ്റവും ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ച വേറെ 30-ാം വാക്യം, സൗഖ്യമാക്കുവാൻ നിന്റെ വചനം എന്ത് ചെയ്യണം? കേട്ടെ ഇന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ഈ രാജ്യത്ത് കർത്താവിന്റെ വചനത്തെയും യേശുവിന്റെ പ്രവൃത്തികളെയും പൂർണ്ണ ധൈര്യത്തോടെ, എന്റെ കൂടെ പറഞ്ഞ പൂർണ്ണ ധൈര്യം എന്ന് പറ. പൂർണ്ണ ധൈര്യത്തോടെ ഞങ്ങൾക്ക് ഹെരോദാവിന്റെ മുമ്പിൽ നിൽക്കണം. കേട്ടെ, പൂർണ്ണ ധൈര്യത്തോടെ പന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കണം. ഞാൻ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഈ UK കൊട്ടാരത്തിൽ പോയി ദൂത് പറയുവാൻ ഒരു അസാമാന്യമായ ധൈര്യം, വ്യക്തികളെ നോക്കാതെ, ആളുകളെ മൈൻഡ് ചെയ്യാതെ, യേശുവിന്റെ നാമത്തിൽ ജോലി സ്ഥലങ്ങളിൽ ഹയർ ഓഫീസർമാരോട് പോലും യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നുവെന്ന് പറയുന്ന ഒരു അസാമാന്യ ധൈര്യം, ഒരു അസാമാന്യമായ പ്രവചന വരത്തിലാലുള്ള ഒരു നിറവ് യേശുവിന്റെ നാമത്തിൽ ഒന്ന് സ്വീകരിച്ച് കൊട്ടാരങ്ങളിൽ കയറി ഇറങ്ങുന്ന, രാജ്യങ്ങളിൽ കയറി ഇറങ്ങുന്ന ഒരു അസാമാന്യമായ ധൈര്യം ഒന്ന് വ്യാപരിക്കുക. ഇവിടെയാണ് അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രി ആരംഭിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഇവിടെയാ സ്റ്റാർട്ടിങ്. ഇവരുള്ളത് പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗതിയുമില്ലാത്ത ഒരു മനുഷ്യൻ, മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസം പറയാം, പക്ഷെ ഒരു നിരീശ്വരവാദിയോടോ ഈ ഹയർ റാങ്കിൽ നിൽക്കുന്ന ലോകത്തിലെ ഒരു ഓഫീസറോടോ ഞങ്ങൾക്ക് ധൈര്യക്കുറവല്ലേ? അല്ലേ? അപ്പോസ്തലന്മാർ ഇതുപോലെ പറയാം, പന്തിയോസ് പീലാത്തോസ് ആ വഴിയെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈസിയാ, മുടന്തനോ ആൾക്കാർ ഈസിയാ, പക്ഷെ പന്തിയോസ് പീലാത്തോസും രാജാക്കന്മാരും എല്ലാം എതിരാ. ബൈബിൾ പറയുന്നത് ഞങ്ങൾക്ക് എന്തില്ല? പൂർണ്ണ ധൈര്യത്തോടെ എന്ത് ചെയ്യണം? അങ്ങോട്ട് നോക്കിക്കേ, യേശു മുമ്പ് വിളിച്ച വാക്ക് എന്തുവാ? നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ കണ്ടോ? ശിഷ്യന്മാര് സമ്മതിക്കുക, അവര് സമ്മതിക്കുക, കർത്താവേ എനിക്ക് പേടിയുണ്ട്. ഈ രോഗസൗഖ്യ ശുശ്രൂഷ ഒക്കെ ചെയ്യുന്ന ആഗ്രഹമുള്ളവർ, എനിക്കൊരു ഹീലിംഗ് മിനിസ്ട്രി ചെയ്യണം, എനിക്കൊരു ഡെലിവറൻസ് മിനിസ്ട്രി ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ഭീരുത്വത്തിന്റെ ആത്മാവിനെ ജയിക്കണം. ശിഷ്യന്മാർക്ക് മനസ്സിലായി, കർത്താവ് ഞങ്ങൾ സൗഖ്യമാക്കാൻ കൈ പിടിക്കാൻ റെഡിയാ, പക്ഷെ പന്തിയോസ് പീലാത്തോസും ഹെരോദാവും എല്ലാം ഞങ്ങൾക്ക് എതിരാ. ആ വാക്യം ഇങ്ങനെ 31-ാമത്തെ വാക്യം വായിച്ചേ. ഇങ്ങനെ അവരെന്ത് ചെയ്തു? കേട്ടെ. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇങ്ങനെ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം? പൂർണ്ണ ധൈര്യം വേണം. നിന്റെ വചനം ഒരുമിച്ച് കേട്ടെ. എനിക്ക് എന്ത് വേണം? പൂർണ്ണ ധൈര്യം. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് അല്ല വേണ്ടത്, സ്പിരിറ്റിലുള്ള ഒരു കോൺഫിഡൻസ് വേണം. പലപ്പോഴും നമ്മുടെ ഈ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ധൈര്യമാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പുറത്തോട്ട് ഇറങ്ങി ഇപ്പൊ ഞാൻ പറയുക, അവിടെ ഒരു മുടന്തനിരിക്കുക, പോയി പ്രാർത്ഥിക്കാൻ പറയും, നമ്മൾ മൊത്തം എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഏതോ രാജ്യം വിട്ട റോക്കറ്റ് പോലെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇറങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ കാര്യം എന്നറിയോ? നമുക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, യേശു പ്രവർത്തിക്കുന്ന ഉറപ്പില്ലാഞ്ഞിട്ടല്ല, ഇൻഫ്ലുവൻസ്, ഭീരുത്വത്തിന്റെ ആത്മാവിന്റെ ഇൻഫ്ലുവൻസ്. അപ്പൊ ഇത് എന്താ, എങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് എന്ന് ഞാൻ പറഞ്ഞു തരാം. വായിച്ചേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൃപ നൽകണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോണം, അവര് കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ. കേട്ടെ. ഉടനെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? നിങ്ങൾ എന്തിനിങ്ങനെ ഭീരുക്കളാകുന്നു എന്ന് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല? ഇവര് ചോദിക്കേണ്ടത് പോലെ ചോദിച്ചാൽ ദൈവം നിറയ്ക്കും. നേരത്തെ എന്നാ ചോദിച്ചത്? നാളെ ഞങ്ങൾ നശിക്കുന്നത് നീ കാണുന്നില്ലേ? യേശു എന്നാ വിളിച്ചത്? ഇവിടെ കർത്താവോട് പറയാം, കർത്താവേ ഞങ്ങൾ റെഡിയാ, പക്ഷെ ഞങ്ങൾക്ക് പൂർണ്ണ ധൈര്യമില്ല. ഉള്ളതുപോലെ സമ്മതിച്ചപ്പം കണ്ടോ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് കണ്ടോ?
ഇവരാദ്യം പറഞ്ഞത് എന്തുവാ? നാളെ ഞങ്ങൾ നശിക്കാൻ വേണ്ടി പോവാ. പകരം ഇവർ നേരെ തിരിച്ചു പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് യേശുവിന്റെ സുവിശേഷം പറയാൻ, പക്ഷെ ധൈര്യമില്ല. ഞങ്ങൾക്ക് എന്തു വേണം? ഞങ്ങൾ നശിക്കത്തൊന്നുമില്ല, പൂർണ്ണ ധൈര്യം കിട്ടിയ ഓക്കെയാ. ഉടനെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ നിറഞ്ഞു. കേട്ടെ, ഒന്ന് വായിച്ച പിന്നെ വേറെ വാക്യം. നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. കേട്ടെ, അവർ കൂടിയിരുന്ന സ്ഥലം എന്ത് ചെയ്തു? കുലുങ്ങി. ഓ എന്റെ യേശുവേ, കേട്ടെ. അപ്പൊ ഭീരുത്വത്തിന്റെ ആത്മാവ് അവരെ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? ഹെരോദാവിന്റെ ഫോട്ടോ കാണിച്ചു, പന്തിയോസ് പിലാത്തോസിന്റെ ഫോട്ടോ കാണിച്ച്, ഇങ്ങനെ കുറെ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഫോട്ടോ കാണിച്ച്, നീ നശിക്കും, നീ നശിക്കും, നീ നശിക്കും, യെരൂശലേമിൽ നീ അവസാനിക്കും. ബൈബിൾ വചനമൊക്കെ പറയുന്നുണ്ട്, ഞാൻ യെരൂശലേമിൽ പോവും, യഹൂദിയെ പോവും, ശമരിയെ പോവും, ലോകം മുഴുവൻ പോവും. ഇതെല്ലാം വചനമകത്തുണ്ടെങ്കിലും പന്തിയോസ് പിലാത്തോസിന്റെ മുഖം വരുമ്പോൾ എന്ത് ചെയ്യുക? ഇതാണ് ഭീരുത്വത്തിന്റെ ആത്മാവിന്റെ ഇൻഫ്ലുവൻസ്. നമ്മളെ പല സാഹചര്യങ്ങൾ കൊണ്ട് കാണിച്ചിട്ട് ഭയപ്പെടുത്തും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇത് നമ്മളുമായിട്ട് എന്നാ ബന്ധം? ഇത് കാണുമ്പോൾ ഭയം കയറും, നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ല. നമ്മൾ ഉടനെ ഇത് കയറുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് കുറയും. ഈ കോൺഫിഡൻസ് കുറയുമ്പോഴാണ് അവിശ്വാസം നിറയാൻ തുടങ്ങുന്നത്. അവിശ്വാസം നിറയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവിശ്വാസം നിറഞ്ഞാൽ പിന്നെ നമുക്ക് ബൈബിള് പറയാൻ പറ്റത്തില്ല. അവിശ്വാസം നിറയാൻ തുടങ്ങിയാൽ പിറുപിറുപ്പുണ്ടാവും. ഒരു കാലിൽ പറഞ്ഞു ശിഷ്യന്മാർക്ക് മനസ്സിലായി, മുമ്പ് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ ഇവർ ആദ്യം തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, പൂർണ്ണ ധൈര്യം വേണം. ഒരു കാലിൽ പറഞ്ഞു. അപ്പൊ പൂർണ്ണ ധൈര്യം ഇവരുടെ മനസ്സിലേക്ക് ബൈബിൾ പറയുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ അവർ അങ്ങനെ പറഞ്ഞെന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ഈ രാജ്യത്ത് കർത്താവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവപ്രവർത്തികളെ ചെയ്യുവാൻ, ദൈവരാജ്യത്തിന്റെ സാക്ഷിയാകുവാൻ എനിക്കൊരു അസാധാരണമായ ധൈര്യം വേണം, എനിക്കൊരു അസാധാരണമായ വിശ്വാസം വേണം, എനിക്കൊരു അസാധാരണമായ വീര്യപ്രവൃത്തിയുടെ അഭിഷേകം എൻ്റെ മേൽ കർത്താവെ നിറയ്ക്കണമേ. ഇവിടെ നിങ്ങൾ നോക്കിയേ, അപ്പൊ നമ്മളെ ഫില്ല് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസ ജീവിതം നിറവിന്റെ ജീവിതമാണ്. വൺസ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് കൊണ്ട് ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് ആകുന്നില്ല, നമ്മൾ ഫില്ലായിക്കൊണ്ടിരിക്കുക. ഇവിടെ നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ച് 3000 പേരെ സ്നാനപ്പെടുത്തിയ ആൾക്കാരാണ് പറയുന്നത്. നമ്മൾ എത്ര പേരെ സ്നാനപ്പെടുത്തി? നമ്മൾ ആരെ സ്നാനപ്പെടുത്തിയിട്ട് പോലും ഇല്ല. നമ്മൾ ഭയങ്കര കാര്യം പറയുമ്പോൾ 3000 പേരെ സ്നാനപ്പെടുത്തി. അറേബ്യരുടെ, മേദ്യരുടെ, മെസപ്പൊട്ടോമിയരുടെ ഒക്കെ ഭാഷയിൽ പ്രവചനം, ലാംഗ്വേജുകളുടെ അഭിഷേകം വന്നു. അവിടെ 3-ാം അധ്യായത്തിൽ മുടന്തനെ എണീപ്പിച്ചു. ഇത്രയും വലിയ അത്ഭുതം നടന്നവര് പറയുക ധൈര്യമില്ലെന്ന്. കണ്ടോ? നമ്മൾ ഭയങ്കര ധൈര്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണോ തെറ്റാണോ? പറ. നമ്മൾ പറയും, ഇപ്പൊ ഞാൻ യേശുവിന് വേണ്ടി ചാടും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. സെൽഫ് കോൺഫിഡൻസ് നമ്മോട് തന്നെ ചോദിച്ചാൽ, കർത്താവ്, എനിക്ക് ശരിക്കും ധൈര്യം ഉണ്ടോ? അപ്പൊ നമ്മുടെ മനസ്സ് പറയും ഇല്ല. ഉടനെ ഒറ്റ ഈസിയാണ്. ഉടനെ ആരുണ്ട്? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മളെ ഫില്ല്. ഞാനൊരു വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കാം. പിന്നെ പറയാം. സദൃശവാക്യം 29-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം എടുക്കാം. 29-ന്റെ 25-ാമത്തെ വാക്യം. സദൃശവാക്യം 29-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. മാനുഷ്യഭയം ഒരു കെണിയാവുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു, മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു. നീതികെട്ടവൻ. നോക്കിക്കേ, മാനുഷ്യഭയം, മാനുഷിക ഭയം ഒരു കെണിയാ. ഒരു ഹാലിലെ പറഞ്ഞാട്ടെ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഭയം എന്താണ്? ഒരു കെണിയാണ്, ഒരു ട്രാപ്പാണ്. ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് ഒരു ഭയം കൊണ്ടുവന്നു. പടക് മുങ്ങാൻ വേണ്ടി പോവാ. ശ്രദ്ധിച്ച്, ഇവിടെയാണ് വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ മുമ്പിൽ വരുന്ന സാഹചര്യത്തെ വെച്ചോണ്ടാണ് ഇവന്റെ കളി മൊത്തം. ഒരു ഹാലിലെ പറഞ്ഞാട്ടെ. കര ഉയർത്തി ഹാലിലെ പറഞ്ഞേ. ഞാൻ പിശാചിനെ ഉയർത്തുവാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിന്റെ കാരണം മനസ്സിലാക്കിയാൽ നമുക്ക് മുന്നോട്ട് ജ്വലിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ചോദിച്ചു, ബ്രദറെ, അവരൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ആരോ പറഞ്ഞ്, രോഗികൾ സൗഖ്യമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്, പകരം രോഗികൾ യേശുവിലേക്ക് വരണം. യേശുവിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അവരുടെ സൗഖ്യം നടക്കും.
എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആ രോഗിയെ കണ്ടെത്തി ഒരു ദേവദാസനെ വിളിച്ചു. ദേവദാസൻ അതിൻ്റെ അവൈലബിൾ ടൈം എല്ലാം നോക്കി വെയിറ്റ് ചെയ്തു. അദ്ദേഹം വന്നു, പ്രാർത്ഥിച്ചു. അത് കുറേ ടൈം എടുത്തപ്പോൾ ഞാൻ നിങ്ങൾ എന്നാ പ്രാർത്ഥിക്കാഞ്ഞത്? അയ്യോ നമുക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞു ഒരു രോഗിയെ കിട്ടാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കുക. സ്വത്രം പറഞ്ഞാട്ടെ. സൗഖ്യമാക്കാൻ ദൈവമാണ്, സത്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ അകത്ത് ചില കാഴ്ചപ്പാട് കിടപ്പുണ്ട്. അപ്പം എന്നോട് ചോദിക്കാൻ കാരണം, ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തപ്പം എനിക്ക് തോന്നുന്നത് കണ്ണൂരിലൊരു മീറ്റിങ്ങിൻ്റെ അകത്ത് ആളുകൾ പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർ യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം നടക്കുന്ന വീഡിയോ കണ്ടിട്ട് ഡൗട്ട് വന്നു. ബ്രദറെ, ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയല്ല, പക്ഷെ റിയൽ ആയിട്ട് ഞാൻ കാണും. ഇന്നലെ വിശ്വാസത്തിൽ വന്ന സഹോദരിമാര് 20-30 വർഷമുള്ള രോഗശക്തികളെ സൗഖ്യമാക്കുന്നു. ഒരു സ്വത്രം പറഞ്ഞേ. അപ്പൊ എൻ്റെ അകത്തൊരു ചിന്ത, ഞങ്ങൾ കുറേ വർഷമായി വിശ്വാസി വന്നിട്ട് കുറേ വർഷമായി ഞങ്ങളെ പഠിപ്പിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ധൈര്യമില്ല, കോൺഫിഡൻസ് ഇല്ല. അതിന്റെ കാരണം എന്നാണെന്നറിയോ? ഞാൻ പറഞ്ഞു, അവർ ഇന്നലെ വന്നവരാണെങ്കിലും അവരുടെ അകത്ത് വചനത്തിന്റെ ഒരു ഉറപ്പുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വചനത്തിന്റെ ഉറപ്പാണ് ഈ വാക്യത്തിൽ പറയുന്നത്. മാനുഷിക ഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ഷാൽ ബി സേഫ് എന്നാ പറഞ്ഞേക്കുന്നത്. അവൻ സേഫ് ആണ്. അതായത് ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ദൈവത്താലാണ് നടക്കുന്നത്. എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് ആര് വിശ്വസിക്കുന്നു അവൻ ദൈവസന്നിധിയിൽ സേഫാണ്. 2026 UK എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കും. ചെറുതൊന്നും പിടിക്കരുത്. ഈ നമുക്ക് എന്തെന്നറിയോ, ഈ കൃപാവരങ്ങൾ ഒത്തിരി പേരകത്ത് ആക്റ്റീവായി കിടപ്പുണ്ട്. ഭയം കൊണ്ടായത് പറ്റാത്ത. നമ്മൾ പറയും എനിക്കൊരു ധൈര്യമല്ല, ഭയമാണ്. ധൈര്യത്തോടെ പറയാം എനിക്ക് പേടിയാന്ന് പറയണം. ബ്രദറെ, എനിക്ക് ആഗ്രഹമുണ്ട് പറയാം, പക്ഷേ അദ്ദേഹത്തോട് പറയാൻ ഒരു ഭയം. നമ്മൾ ഭയമെന്ന് പറയാതെ പറയും, ഒരു കോൺഫിഡൻസ് ഇല്ല. കണ്ടോ, നല്ലൊരു വാക്കാണ് കോൺഫിഡൻസ് അല്ലേ, ഒരു സ്റ്റാൻഡേർഡ് വേർഡാ അല്ലേ. എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയും സാരമില്ല, നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് ബലപ്പെടുത്താം. ഭയമാന്ന് പറയുന്ന നാണക്കേടല്ലേ. അയ്യേ ഭയമോ, ഇത്രയും വിശ്വാസമൊക്കെ പറഞ്ഞിട്ട്, ഇത്രയും വചനമൊക്കെ പറഞ്ഞിട്ട് ഭയമെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു കുറവല്ലേ. അതുകൊണ്ട് നമ്മളതിനെ മോഡിഫൈ ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് പറയും എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ശിഷ്യന്മാരും മിടുക്കന്മാരാ, രാജ്യങ്ങളിൽ പോണെന്ന് ഭയങ്കര കൊതിയുള്ളവരാ, യേശുവിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹമുള്ളവരാ, പേടിയാ. അവര് പറഞ്ഞ കർത്താവേ ഞങ്ങൾക്ക് പൂർണ്ണ ധൈര്യം തരണം. കണ്ടോ, പൂർണ്ണ ധൈര്യം കിട്ടിയപ്പോൾ എന്നാ സംഭവിച്ചത്? ഇനി വേറെ വാക്യം ഒന്ന് വായിക്കാവോ? അപ്പോസ്തല പ്രവൃത്തി ഇനി ഒന്ന് വായിച്ച് ഈ 31, 32, 33 വായിക്കണേ. ആ 33 വാക്യം വായിച്ചേ. സകലവും അവർക്ക് പൊതുവായിരുന്നു. 33 അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ അപ്പോസ്തലന്മാർക്ക് എന്തുണ്ടായി? മഹാശക്തി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതാണ് ബ്രേക്ക് ത്രൂ ഉണ്ടായത്. ഈ ഒറ്റ പ്രാർത്ഥനയാണ് രാജ്യങ്ങളെ ഷെയ്ക്ക് ചെയ്തത്. ഇപ്പൊ മനസ്സിലായോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ അകത്ത് അഭിഷേകം പ്രാപിച്ച ആൾക്കാരല്ല ലോകത്തെ ഷെയ്ക്ക് ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലാ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഭാഷാവരമൊക്കെ കിട്ടി, 3000 പേരെ സ്നാനമൊക്കെ പെടുത്തി ശരിയാക്കിയ, മുടന്തനെ പൊക്കിയിട്ട് ശരിയാക്കിയ. 4-ാം വാക്യത്തിൽ കരയുക, ധൈര്യമില്ല മുന്നോട്ട് പോകാൻ. പന്തിയോസ് പിലാത്തോസിന്റെ കണ്ടപ്പോ പേടിച്ചിരിക്കുക. എന്നാൽ 4-ാം അധ്യായത്തിന്റെ അകത്ത് ട്വിസ്റ്റ് ഉണ്ടായി. ഞാൻ വിശ്വാസത്തോടെ പറയുക, ഈ 2026 ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാവും. എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ നിർബന്ധം വരുമോ കേട്ടോ? ആരാണ് ഇത് സ്വീകരിക്കുന്നത്? നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, പോകുന്ന സ്ഥലങ്ങളിൽ ധൈര്യത്തോടെ കൈവച്ച് ചിലതിനെ എണീപ്പിക്കാൻ വേണ്ടി പോകുക. ചില രോഗികളുടെ മേൽ പുതിയ അവയവങ്ങളെ ക്രിയേറ്റ് ചെയ്യുവാൻ ഒരു അസാമാന്യമായ ധൈര്യം. അപ്പൊ ഒരു ചോദ്യം, ഈ ധൈര്യവുമായിട്ട് മിറക്കിൾസിന് എന്താ ബന്ധം? മിറക്കിൾസിന് ബന്ധമുണ്ട്, അറിയാവോ? നിങ്ങളുടെ അകത്ത് ഓൾറെഡി ഫെയ്ത്ത് ഉണ്ട്. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസത്തിന് മരിച്ചതിനെ ഉയർപ്പിക്കാൻ പറ്റും. കാര്യം സെയിം സ്പിരിറ്റ് എന്നാ ബൈബിളിൽ പറഞ്ഞത് അല്ലേ? സെയിം സ്പിരിറ്റ്, സെയിം ഫെയ്ത്ത്, സെയിം ഗിഫ്റ്റ്. പിന്നെ എന്തുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്? ഫിയർ.
നമ്മളതിനെ മോഡിഫൈ ചെയ്ത് കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ. ഈ ഭയം അകത്ത് കിടക്കുന്നത് കൊണ്ട് ഫെയ്ത്ത് പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ വ്യക്തിയോടൊന്ന് പ്രവചിക്കണമെന്ന്. പരിശുദ്ധാത്മാവ് മനസ്സിൽ പറയുകയെ ആ വ്യക്തിയുടെ പേര് ലിനി എന്നാണ്, ആ വ്യക്തിയുടെ വിഷയം ഇങ്ങനെയാണ്, പോയി പറ. പക്ഷെ എനിക്കൊരു പേടി, ഇനി അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിലോ. കണ്ടോ, കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് ഇല്ലായ്മയല്ല, ഭയം. ഞാൻ ചോദിച്ചോട്ടെ, എത്രയോ തവണ ദൈവം സംസാരിച്ചിട്ടുണ്ട് നമ്മോടല്ലേ? എത്രയോ തവണ ദൈവം ഇടപെട്ടിട്ടുണ്ടല്ലേ? നമ്മൾ പലപ്പോഴും കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറഞ്ഞ് നമ്മളതിനെ മാറ്റിവെച്ചു. കോൺഫിഡൻസ് ഇല്ലായ്മയല്ല, ഭയം. അപ്പൊ ഈ ഭയം എവിടുന്ന് വരുന്നു? ലോകത്തിൽ നിന്ന് വരുന്നു. ബൈബിളിൽ ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ല, എഫേസ്യരിൽ എടുക്കണ്ട, വാക്യത്തിൽ പറയുന്നു, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ആ വാക്യം ഒന്ന് മറച്ചില്ലെങ്കിൽ എടുക്കാൻ വേണ്ടി വേറെ ആ വാക്യം ഒന്ന് വായിക്കുക. 6-7 വായിച്ചു. 6-7 ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് 6 മുതൽ വായിച്ചു. 6 മുതൽ. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള പൗലോസ് പറയും, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. നിന്നിലുള്ള കൃപാവരത്തെ നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. അതുകൊണ്ടാണ് പലർക്കും ഈ കൈവെപ്പ് ശുശ്രൂഷ പേടിച്ചിട്ടും ഒന്നും അനങ്ങുന്നില്ല. ആൾക്കാർ ഓർക്കുന്നത് എന്തുവാ? എന്റെ അകത്ത് ഒന്നും കിട്ടിയില്ലെന്നാ. ശരിക്കും പറഞ്ഞാൽ ഇമ്പാർട്ടേഷൻ എന്നുള്ള സംഭവം റിയലാ. ഇത് കിട്ടിയിട്ട് പൗലോസ് ഒരു ബന്ധവുമില്ലാത്തൊരു വാക്യം കണക്ട് ചെയ്യുക. അന്ന് വായിച്ചേ, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന്. നീ ജ്വലിപ്പിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കൃപാവരങ്ങൾ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, കണ്ടോ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ പൗലോസ് പറയുകയാണ് ഭീരുത്വം. സ്പിരിറ്റ് ഓഫ് ഫിയർ അല്ലേ? സ്പിരിറ്റ് ഓഫ് ഫിയർ. എന്തുകൊണ്ടാണ് കൃപാവരത്തെ ജ്വലിപ്പിക്കണമെന്ന് പറഞ്ഞ ഉടനെ സ്പിരിറ്റ് ഓഫ് ഫിയറിന്റെ കാര്യം പറയുന്നത്? ഒരു കോൺഫിഡൻസ് തിമോഥെയോസിന് കൊടുക്കുക. തിമോഥെയോസേ, കൈവപ്പൊക്കെ കിട്ടി, കൃപാവരമൊക്കെ കിട്ടി, പ്രവചനവരമൊക്കെ കിട്ടി, നിന്റെ മുട്ടിടിക്കരുത്. കണ്ടോ, നിന്റെ മുമ്പിൽ പന്തിയോസ് പിലാത്തോസുമാര് വന്നു കഴിഞ്ഞാൽ, നിന്റെ മുമ്പിൽ രാജാക്കന്മാര് വന്നു കഴിഞ്ഞാൽ നിന്റെ മുട്ടിടിക്കാതിരിക്കാൻ നീ ഒരു കാര്യം അറിയണം. നിന്റെ അകത്തിരിക്കുന്നത് ഫിയർ ഓഫ് സ്പിരിറ്റ് അല്ല, പകരം ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ ആത്മാവാണ്. കണ്ടോ, അകത്തിരിക്കുന്ന ആത്മാവ് ആരാണ്? ശക്തിയുടെ ആത്മാവ്. സ്നേഹത്തിന്റെയും ശ്രദ്ധിച്ച ശക്തിയുടെ ആത്മാവ്. നമ്മുടെ അകത്തിരിക്കുന്ന ശക്തിയുടെ ആത്മാവാണ്. ഈ ആത്മാവിനെ വെച്ചോണ്ട് നമ്മൾ ചില സമയങ്ങളിൽ ഇൻഫ്ലുവൻസിലേക്ക് പോകും. ഫിയർ ഓഫ് സ്പിരിറ്റിന്റെ ഇത് നമ്മളെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഇപ്പൊ പറയാ, ഇപ്പൊ ബെന്യാമിനെ വേണേ പുറത്തിറക്കിയിട്ട് അറേബ്യക്കാരോടോ മേദ്യരോടോ മെസ്സപ്പൊട്ടിയോമേരോടോ ഏത് ഭാഷക്കാരോടും ഈസി ആയിട്ട് പ്രവചിക്കാൻ പറ്റും. ബെന്യാമിന്റെ അകത്തിരിക്കുന്ന ഇന്നർമാൻ, അകത്ത മനുഷ്യന് പരിശുദ്ധാത്മാവിന് ഇതിനെല്ലാം കഴിവുണ്ട്. ഏറ്റവും കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിന് സകലത്തെ വിവേചിക്കാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും. പക്ഷേ നമ്മുടെ അകത്തോട്ട് എവിടെയാ ബ്ലോക്ക് ആവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ. ഞാൻ ഈ പലരുടെയും പ്രസംഗം കേൾക്കുമ്പോൾ, എനിക്ക് പണ്ട് പോലെ ഞാൻ പ്രസംഗം കേൾക്കും, ആൾക്കാർ ഭയങ്കര മർമ്മങ്ങൾ ആൾക്കാർ പറയും. ഞാൻ എല്ലാവരോടും ചോദിക്കും, എങ്ങനെ ഇത് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരും? അവർ പറയും, അത് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തോളും. ആർക്കും ഒരു ഉത്തരം തരാൻ പറ്റിയില്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, പല പ്രസംഗം കേട്ട് ഇങ്ങനെ നമ്മൾ കൈയടിച്ച് പല കാര്യങ്ങൾ കേട്ട് ഭയങ്കര ഹയർ റെവലേഷൻ കേൾക്കും. പക്ഷേ പ്രവൃത്തി തലത്തിൽ എങ്ങനെ വരുന്നു? ഇത് ഭയങ്കര ഒരു ചോദ്യമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക പ്രസംഗം നോക്കിയാൽ ഒരു ഭയങ്കര നമ്മൾ കേൾക്കും, പക്ഷെ അവർക്ക് ആരും എന്ത് ചെയ്യത്തില്ല. ഇതെങ്ങനെ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കും, ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറയാൻ അറിയത്തില്ല. അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? ഈ ഒറ്റ കാരണമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ തകർക്കുന്ന ഒരു സാധനം ഇൻഫ്ലുവൻസ്. ഒരു കാലിൽ പറഞ്ഞാണ്, ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ നിങ്ങൾ വചനം പറയാൻ വേണ്ടി എന്ത് ചെയ്യരുത്? പോകരുത്. ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഓൾറെഡി വചനം അറിയാം. ഭൂലോകത്തിന് അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുവാൻ യേശു വിളിക്കപ്പെട്ടവർ തന്നെയാ. ഇത് ഇവർക്ക് അറിയാം. നേരിട്ട് യേശു കൈവച്ചവരാ. ഇവർക്ക് ധൈര്യമില്ല. ഇപ്പോഴും നമുക്കുണ്ടോ? നിങ്ങൾ പറ. ശിഷ്യന്മാർക്കില്ലാത്ത ധൈര്യം നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ? ഉറക്കെ പറ, ഉണ്ടോ ഇല്ലയോ?
നേരിട്ട് ഇറങ്ങി വന്ന് യേശുവിനെ കണ്ട് യേശു കൈവച്ച് മാറോട് ചേർന്ന് മയങ്ങിയ ശിഷ്യന്മാര് ഇവര് പറയുന്ന ധൈര്യമില്ലെന്ന്. യേശു നേരിട്ട് പുനരുത്ഥാനം കണ്ടവരാ, ആരോഹണം കണ്ടവരാ, ഇറങ്ങി വന്നത് കണ്ടവരാ, ക്രൂസിഫിക്കേഷൻ കണ്ടവരാ, യേശുവിനെ തൊട്ടവരാ, രുചിച്ചവരാ. ഇവര് പറയുക കർത്താവേ പൂർണ്ണ ധൈര്യം വേണം. അതിന്റെ അർത്ഥം എന്തുവാ? സീറോയാണ് ധൈര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകരുത്? ധൈര്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് എന്തു വേണം? പൂർണ്ണ ധൈര്യം വേണം. അപ്പ ഈ ഡെഡ് ബോഡി കാണുമ്പോൾ, ഇതൊരു ഡെഡ് ബോഡി ആണെന്ന് വിചാരിച്ചു, ഇതിനെ കാണുമ്പോൾ എൻ്റെ അകത്തുനിന്ന് ഒരു പ്രേരണ വരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതിനെ കാണുമ്പോൾ അതിനെ ഉയർപ്പിക്കുവാനുള്ള വിശ്വാസം എനിക്കുണ്ട്, പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്കുണ്ട്. എനിക്ക് അറിയാത്ത ഒരു വചനം പോലുമില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു രാത്രി മൊത്തം നിന്നുകൊണ്ട് ബൈബിൾ ക്ലാസ് എടുക്കാം. പക്ഷെ ഇതിനെ എണീപ്പിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് എന്തില്ല. കണ്ടോ, ഇതാണ് ആത്മാവിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശിഷ്യന്മാരെ പ്രാർത്ഥന, കർത്താവേ ഞങ്ങൾക്ക് എന്ത് വേണം? പൂർണ്ണ ധൈര്യത്തോടെ, പൂർണ്ണ ധൈര്യത്തോടെ എന്ത് ചെയ്യണം? സങ്കീർത്തനക്കാരൻ പറയുന്നു, മനുഷ്യന്റെ ഭയം ഒരു കെണിയാ. അപ്പൊ ഭയം എന്താണ്? കെണിയാ, ഒരു ട്രാപ്പാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ബി സേഫ് എന്നാ പറഞ്ഞേക്കുന്നത്. അവൻ സേഫ് ആവും. ഇത് തന്നെയല്ലേ ശിഷ്യന്മാർ ചെയ്തത്? ഇവർക്ക് വേണമെങ്കിൽ ഈ ഭയം വെച്ചുകൊണ്ട് ആ യെരൂശലേമിൽ ഏതെങ്കിലും ഒരു ഹോള് വാടകയ്ക്ക് എടുത്തോണ്ട് എന്ത് ചെയ്യായിരുന്നു? 120 പേർക്ക് പ്രാർത്ഥനയും പാട്ടും ഒക്കെ ആയിട്ട് അവർക്ക് അവിടെ ഇരിക്കായിരുന്നു. രക്തം ചെയ്തൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യായിരുന്നു? ഭയങ്കര വിശ്വാസം. ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ പ്രസംഗമൊക്കെ കാണാപ്പാടം പഠിച്ച് എബ്രായർ പണെന്നൊക്കെ വിശ്വാസമൊക്കെ പ്രഖ്യാപിച്ച് ഭയങ്കര സംഭവം. അവര് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് പേടിയാ. ഉള്ളതുപോലെ എന്ത് ചെയ്തു? എന്റെ കൂടെ പറഞ്ഞു, ഉള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പേടിയാണെങ്കിൽ പേടിയാന്ന് പറയണം. ധൈര്യമില്ലെങ്കിൽ ധൈര്യമില്ലെന്ന് പറയണം. സംശയം ഉണ്ടെങ്കിൽ സംശയമാന്ന് പറയണം. എനിക്കത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല കർത്താവേ, എനിക്ക് എന്തു വേണം? അതുകൊണ്ടാണ് നമ്മളൊരു വാക്യം പറഞ്ഞത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു സ്ട്രെങ്തൻ മീ. എന്റെ അർത്ഥം എന്തുവാ? എനിക്ക് സ്ട്രെങ്ത് വേണമെങ്കിൽ ആര് തരണം? അത് വേണം. ഇതൊക്കെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുക അവിടെ. നമ്മൾ അതിനെ ഒന്ന് ഓവർടേക്ക് ചെയ്യണ്ട. പറയണം, കർത്താവേ എനിക്ക് പലപ്പോഴും ഈ രാജ്യത്തൊരു നന്മയുണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ സംശയിച്ചു പോകുക. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? നമ്മുടെ എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നൊരു ചിന്ത എൻ്റെ അകത്തേക്ക് ഭയമായി കയറിയിട്ട് ഈ ഭയം എൻ്റെ അകത്തൊരു അവിശ്വാസത്തെ ഉണ്ടാക്കി, അവിശ്വാസത്തിന്റെ അകത്ത് എനിക്കൊരു പിറുപിറുപ്പുണ്ടാക്കി. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങുക? ഇതൊന്നും നേരെയാകാൻ പോകുന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഉടനെ പറ, കർത്താവേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ, എനിക്ക് എന്തു വേണം? എൻ്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിപ്പിക്കണം, എൻ്റെ അകത്ത് ധൈര്യം വർദ്ധിപ്പിക്കണം. ഇതൊരു കെണിയാണ് പ്രിയരെ, ശ്രദ്ധിച്ച്, ഒരു കെണിയാണ്. പറ, എന്റെ കൂടെ പറഞ്ഞാട്ടെ, ഈ രാജ്യത്ത് ഞാൻ ഫലം കായ്ക്കുമെന്ന് പറ. ഈ രാജ്യത്ത് ഞാൻ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുമെന്ന് പറ. ഉറക്കെ പറ, ചിലത് റിലീസ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ രാജ്യത്തിന്റെ നന്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുക. എൻ്റെ ഭവനത്തിൽ നന്മ ഞാൻ കാണും. എൻ്റെ ദേശത്ത്, എൻ്റെ ജോലി സ്ഥലങ്ങളിൽ ഒന്ന് ആക്റ്റീവ് ആക്കിക്കുക യേശുവിന്റെ നാമത്തിൽ. ആ ഫിയറിനെ പുറത്താക്ക്, ആ ഫിയറിനെ പുറത്താക്ക് കർത്താവേ. 2026 കൂട്ടമായി കർത്താവേ ഡെഡ് റൈസുകൾ സംഭവിക്കാൻ വേണ്ടി പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓക്കേ ലമശ്വേന്ത റമഖസേ അർത്തിയാറ ശ്വേന്ത നഖസിയാന്തരേ. യേശുവിന്റെ നാമത്തിൽ ഡെഡ് റൈസുകൾ റോഖോലറ ബാബ റാശ്വേന്ത റമഖസിയാന്തരേ അർത്തിമാന ഹഡദൽ ഖമഖസിയാന്തരേ. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആൾക്കാരുടെ കൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും ഒരു പ്രാർത്ഥന പാറ്റേൺ കാണും. ഈ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ചില സഹോദരന്മാരുണ്ട്, അവർ നല്ല തമാശയൊക്കെ പറയുന്നവരാ. അപ്പം ഒരു വർഷിപ്പ് ലീഡർ അദ്ദേഹം ഒരു തമാശ പറഞ്ഞു. ഈ അമ്മാമ പ്രാർത്ഥിക്കാൻ തുടങ്ങി കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇടുക്കി കറങ്ങി മൂവാറ്റുപുഴ കറങ്ങിയേ വരത്തുള്ളൂ. അതിനർത്ഥം മനസ്സിലായോ? അതിൻ്റെ അകത്ത് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രബോധനമുണ്ട്, സങ്കീർത്തനമുണ്ട്. 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താ? ഇങ്ങനെ കറങ്ങി ചില ആൾക്കാർ അങ്ങനെ. അപ്പോൾ എന്നോട് ഒരിക്കൽ ചിരിയും വന്നു. ആ ബ്രദർ പറയാ, അമ്മാമ്മ കോട്ടയത്ത് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ബ്രദർ നേരത്തെ വീട്ടിൽ പോകേണ്ടതല്ലേ, ഇത് നടക്കത്തില്ല. കാര്യം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പാട്ട് വന്നു, പാട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സങ്കീർത്തനം വന്നു, സങ്കീർത്തനം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തൊരു പ്രബോധനം, പിന്നെ അങ്ങ് പോയി. അവസാനം കർത്താവേ പ്രാർത്ഥന ഘട്ടത്തിന് അപ്പൊ തന്നെ 1/2 മണിക്കൂർ ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ എനിക്ക് പണ്ട് മുതൽ നീണ്ടു പ്രാർത്ഥനയാണോ ദൈവം പ്രവർത്തിക്കുന്നത്? ചെറിയ പ്രാർത്ഥന.
ഒരു ഹല്ലേലൂയ പറഞ്ഞു. ചെറിയ പ്രാർത്ഥന, ഈ ഭയങ്കര നീട്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം കോൺഫിഡൻസ് ലെവൽ കുറവുള്ളവർ. ഒരു സ്വതന്ത്രം പറഞ്ഞ ഭയങ്കര, ഞാൻ പ്രാർത്ഥിക്കാൻ തെറ്റാന്ന് നമ്മൾ ചിലപ്പോൾ നിയോഗം വന്നാൽ അങ്ങ് പൊക്കോട്ടെ, ഒരു വിഷയം മുമ്പിൽ വെച്ചിരിക്കുക, അതിന്റെ വിഷയത്തിന് മേൽ നമ്മളങ്ങോട്ട് ഭയങ്കര പ്രാർത്ഥന അങ്ങ് നീട്ടി 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 എന്ത് ചെയ്യുക, നീട്ടി വലിക്കുക. നിയോഗം വന്നാൽ ദൈവാത്മ നിയോഗിക്കുവാണെങ്കിൽ അങ്ങ് പോട്ടെ, ദൈവം ഒരു ആലോചന പറയുക പോട്ടെ, ദൈവത്തിന് നിർബന്ധം തരുക അങ്ങ് പോട്ടെ, കുഴപ്പമില്ല. അങ്ങ് നീട്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സ് നമ്മൾ ഭയങ്കര സൗണ്ടൊക്കെ കൊടുത്തു, മോഡുലേഷനൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് കൊടുത്തു. അപ്പൊ ഞാനിതെല്ലാം പരീക്ഷിക്കാൻ നോക്കി. കാര്യം നമ്മുടെ അകത്ത് ഈ ചോദ്യങ്ങൾ തമ്പുരാൻ തരുന്നതാണ് പിന്നെ മനസ്സിലായത്. അപ്പോൾ ഒരു സഹോദരി എന്നെ, ഒരു ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ എന്തോ ഒരു തിരക്കി നിൽക്കുന്ന സമയത്ത് രണ്ട് സാക്ഷ്യമാണ് എൻ്റെ കർത്താവ് ചെയ്തതാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ധൈര്യമോടെ കർത്താവ് എനിക്ക് ബലം, ഞാൻ എപ്പോഴും കർത്താവ് എൻ്റെ അകത്ത് ഭയങ്കര ഉറപ്പ് തരണം, എൻ്റെ അകത്തും ഭയങ്കര ഒരു വിശ്വാസം എനിക്ക് തരണേ. ഇത് പ്രാർത്ഥിക്കാൻ നമുക്ക് പേടിയാണെന്നറിയോ? നമ്മൾ കേട്ട വേറെ ഉപദേശമാണ്, നമ്മൾ ഭയങ്കര വലിയ വിശ്വാസമൊക്കെ ചോദിച്ചാൽ വലിയ പരീക്ഷ ഉണ്ടാവും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചാൽ എന്തുണ്ടാവും? നമുക്ക് ഭയങ്കര പ്രതികൂല ആര് തരും? ദൈവം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗം കേട്ടതാ, സ്ക്രോൾ ചെയ്തപ്പോഴേക്കും നമ്മൾ ദൈവസന്നിധിയിൽ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ തമ്പുരാൻ എന്ത് ചെയ്യും? ഭയങ്കര പരീക്ഷ തരും, ഭയങ്കര കഠിന ശോധന തരും. അപ്പൊ അദ്ദേഹം പറയുകയാണ്, നീ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രശ്നം തരും. ഉണ്ടോ? അപ്പൊ പ്രശ്നം ഉണ്ടേലേ എന്തുള്ളൂ? ഇതൊക്കെ നമ്മുടെ അകത്ത് ഇങ്ങനെ കയറി കിടക്കുക. ദൈവം ഇങ്ങനെ നോക്കി നിൽക്കുക, ആരാ ഒന്ന് ചോദിക്കുന്നത് എന്നെ ഒന്ന് ഉപയോഗിക്കാൻ? നോക്കിക്കേ, ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവ് എനിക്ക് അസാധാരണമായ ധൈര്യം തരണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് യേശുവിന്റെ നാമം. ഉടനെ കർത്താവ് പറയും, ഒരു കാര്യം ചെയ്യും, പത്രോസ് നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കാൻ വേണ്ടി പോവാ. ആ പന്തിയോസ് പീലാത്തോസിനെ വിളിച്ചിട്ട്, എന്തിനാണെന്നറിയോ? നിനക്ക് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ? ഒന്നും സംഭവിച്ചില്ല. അവിടെ വാക്യം നോക്കിയേ, ശിഷ്യന്മാര് ഭയങ്കര ശക്തിയോടെ. അപ്പൊ നമ്മൾ കേട്ടിരിക്കുന്ന പല തെറ്റിദ്ധാരണകളും ദൈവത്തിൽ നിന്നൊന്നും അല്ല പ്രബോധനമൊന്നും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ ഈ ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞാനപ്പം എവിടെ നിൽക്കുമായിരുന്നു, ഞാനത് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. സാധാരണ പോലെ അപ്പം നമ്മൾ എപ്പോഴും ഓർത്താൽ മതി, ഈ വാക്കാണ് മറന്നു പോകരുത്. മനുഷ്യന്റെ ഭയം ഒരു കെണിയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവനോ സേഫാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവെ ആ വ്യക്തിക്ക് എന്തോ രോഗമുണ്ട്, എന്നാന്ന് അസുഖമൊന്നും പറഞ്ഞില്ല, ക്ഷീണമാണെന്ന് ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു. ഞാൻ സാധാരണ, കർത്താവെ അങ്ങയുടെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിന്റെ അത്ഭുതം, യേശുവാണ് അത്ഭുതം ചെയ്യുന്നത്. ഞാൻ അവരോട് ഉറക്കെ പറയും, യേശുവാണ് അത്ഭുതം ചെയ്യുന്നത്, യേശുവിന്റെ മുറിവിനാൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഈ അമ്മാമ്മ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, എനിക്ക് ദേഷ്യം തോന്നിയ ബ്രദറിനോട്. ഞാനും എൻ്റെ മോൾ ഒറ്റയ്ക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ അതിരമ്പുഴ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ വല്ലാത്ത ഭാരപ്പെടുവാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓടിച്ചിട്ടൊരു പ്രാർത്ഥന, ഞാനോർത്ത് ദൈവമേ, സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന അമ്മാമ്മ കുറ്റം പറയാൻ വേണ്ടി വന്നതാണോ? ഒരു സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഈ ചെറിയ പ്രാർത്ഥന ഓൾറെഡി പറഞ്ഞ് പ്രസംഗിച്ചത് കൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായപ്പോൾ അത് ചിലപ്പം അമ്മാമ്മയ്ക്ക് ബുദ്ധിമുട്ട് പറഞ്ഞത് സാക്ഷ്യമായിട്ട് പറയുന്നതായിരിക്കാന്ന് പറഞ്ഞു. പിന്നെയാണ് അമ്മാമ്മ പറഞ്ഞത്, പോയി ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ബോൺ ക്യാൻസർ ആയിരുന്നു, യേശു അത്ഭുതം ചെയ്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ എൻ്റെ പേര് വലുതാക്കാൻ പറഞ്ഞല്ല. അപ്പൊ നമ്മുടെ ഭയങ്കര നീട്ടിക്കുറുക്കിയതും ഭയങ്കര വലിയ മോഡുലേഷനും ഒന്നും അല്ല കാര്യം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ദൈവം ആഗ്രഹിക്കുക നിങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ. ദൈവം ആഗ്രഹിക്കുക, ഇതൊന്ന് ആരെങ്കിലും പറയാനുണ്ടോ എനിക്കൊന്ന് പ്രവർത്തിക്കാൻ വേണ്ടി? ഇതാണ് പൗലോസ് പറഞ്ഞത്, ആരും പറയാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? കണ്ടോ, ആരും പറയാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? പക്ഷെ പറയേണ്ട ആൾക്ക് ധൈര്യമില്ല, സ്റ്റക്കായി നിൽക്കുക. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കഴിവിലായിട്ട് ഒന്നും നടക്കത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, കർത്താവിന്റെ കൃപയാൽ ദൈവം എന്നെ ഉപയോഗിക്കും. ആമേൻ. എൻ്റെ കസിൻ സിസ്റ്റർ സഹോദരി സൗദിയിലാണ്. പുള്ളിക്കാരി ഇതുപോലെ ഹോസ്റ്റലിൽ ഇങ്ങനെ രാത്രി നൈറ്റ് ഡ്യൂട്ടി, ഗുജറാത്തിലോ എൻ്റെ നോർത്ത് ഇന്ത്യയിലെ ഏതൊരു ഭാഗത്താണ് പുള്ളിക്കാരി ജോലി ചെയ്ത് വന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടക്കുമായിരുന്നു. നല്ല ക്ഷീണം കാരണം ഇവർ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ തട്ട് പോലത്തെ സംഭവമല്ലോ, ഈ രണ്ട് കട്ടിൽ അടുപ്പിച്ച അങ്ങനെ എന്തോ സംഭവം, അങ്ങനെ എന്തോ സ്ഥലത്തേക്ക് കിടക്കുക, നിലത്തോടൊക്കെ എനിക്ക് അറിയത്തില്ല. ഈ കൂടെ ജോലി ചെയ്യുന്ന പുള്ളിക്കാരി വന്ന് പെട്ടെന്ന് ഡോറ് തുറന്നു, കാല് തട്ടുവോ എന്തോ വീണ് നേരെ വന്ന് വീണത് ഈ പുള്ളിക്കാരുടെ ദേഹത്തോട്ടാണോ അതോ ഡോറെ ഇടിച്ചോണോ എന്തോ സംഭവം, ഞാൻ കറക്റ്റ് സാക്ഷി കൊടുക്കുന്നില്ല. യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പൊ തലയിൽ ഇടിച്ചിട്ട് എന്നെ വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മൂക്കിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും.
ഞങ്ങൾ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ കോട്ടയം ടൗണിൽ വെച്ച് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് മുക്കിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ, അല്ല നമ്മൾ മുക്കിൽ നിന്ന് വെള്ളം വന്നാൽ വലിയ വിഷയം എന്തുവാ? അപ്പോഴാണ് പിന്നെ എനിക്ക് എൻ്റെ മെഡിക്കൽ ടൈം അറിയത്തില്ല, പിന്നെ മനസ്സിലായത് ഇവിടെ എന്തോ ഒരു സംഭവം എന്തായിട്ട് ഇവിടെ നിന്നുള്ള വെള്ളം എന്ത് ചെയ്തു വന്നു, തലയിൽ നിന്നുള്ള വെള്ളം എന്തോ വന്ന്. എനിക്ക് മെഡിക്കൽ ടൈം അറിയത്തില്ല. അന്ന് പുള്ളിക്കാരി കറക്റ്റ് ആ സാക്ഷ്യം യൂട്യൂബിൽ, പുള്ളിക്കാരി നേഴ്സാണ്, പുള്ളിക്കാരി തന്നെ ആ സാക്ഷ്യം പറയുന്നുണ്ട്. ഞാൻ ഈ മെഡിക്കൽ ടൈം ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ തെറ്റിപ്പോയാൽ പിന്നെ നിങ്ങൾ പറയും. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ലക്ഷങ്ങളുടെ സർജറി വേണം അവിടെ ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് കൂടെയുള്ള സഹോദരിമാരെല്ലാം, നേഴ്സുമാരെല്ലാം പറഞ്ഞത് എളുപ്പം നീ വിട്ടോ, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ നിന്നാൽ ഒന്നും നടക്കത്തില്ല, നാട്ടി വിട്ടോ. പക്ഷെ ഈ സഹോദരി ഇവരുടെ ചെവി കൊള്ളുന്നില്ല. എനിക്ക് ചിലപ്പോൾ നമുക്ക് ദൈവം ചില അസാമാന്യമായ വിശ്വാസം തരും. എനിക്ക് ചിലപ്പോൾ ആ രോഗത്തിന്റെ സീരിയസ്നെസ് എൻ്റെ തലയ്ക്കകത്ത് കയറിയിരുന്നെങ്കിൽ എൻ്റെ കസിൻ സിസ്റ്റർ എനിക്ക് അതുപോലെ വേണ്ടപ്പെട്ടതാ, ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്തേനെ, ഒന്ന് നിർബന്ധിച്ചേനെ, അയ്യോ എന്നൊക്കെ ചോദിച്ചേനെ. അപ്പൊ എനിക്കിത് സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല. എന്നോട് പറഞ്ഞു നീ ഒന്ന് പ്രാർത്ഥിക്ക്. അപ്പൊ അവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞുണ്ട് ഇത് പ്രാർത്ഥന മാത്രം പോലും, ഇത് സീരിയസ് ഇഷ്യൂ, നിനക്ക് അറിയത്തില്ല, നീ നേഴ്സെന്നൊക്കെ പറയുന്നുണ്ട് അവര്. ഈ പുള്ളിക്കാർ അതൊക്കെ മൈൻഡ് ചെയ്യാതെ പുള്ളിക്കാർ പറയുക യേശു എന്നെ തൊടും. അപ്പൊ അവരുടെ ഫെയ്ത്ത് ആണ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനും വേറെ ബ്രദറും കൂടെ വഴിയുന്നുണ്ട് സാധാരണ പോലെ യേശുവേ. അപ്പൊ എന്റെ ചിന്തയിൽ എന്തുവാ, മൂക്കിന്ന് വെള്ളം വരുന്നു. മുക്കിന്ന് വെള്ളം വരുന്നത് നമുക്കറിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ മുക്കിലെ വെള്ളം യേശുവിന്റെ നാമത്തിൽ അടയട്ടെ, എല്ലാ കാര്യങ്ങളും മാറട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ടൗണിൽ നിർത്തിയേക്കുവാണ്, ബൈക്കിൽ നിർത്തിയേക്കുവാണ്. 3-4 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് എന്നെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു ഞാനങ്ങ് പോയി. പിന്നെ പുള്ളിക്കാരൻ നാട്ടിൽ വന്നപ്പോൾ വീട്ടുകാരോട് ഇതെല്ലാം പറഞ്ഞു. അടുത്തുള്ള ഡോക്ടറെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു വലിയ സംഭവമാണ്. മെഡിക്കൽ ഡോക്ടർ പറഞ്ഞു ഇത് സർജറിയാണ്. അപ്പോൾ ഈ സഹോദരി സമ്മതിക്കുന്നത്. അവർ പറഞ്ഞു യേശു എന്നെ തൊട്ടു. പുള്ളിക്കാരി പറഞ്ഞ സൈൻ ഇതാണ്, ഇപ്പം എനിക്ക് വെള്ളം വരുന്നില്ല. അമ്മ വിശ്വസിക്കുന്നില്ല. അമ്മയും വിശ്വാസിയാണ്. അമ്മ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, നീ ഒരു പെങ്കൊച്ചാണ്, വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനെയാണ് അമ്മ എന്നോട് പറഞ്ഞു അമ്മ എന്നെ നിർബന്ധിക്കുക, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ. എനിക്ക് അപ്പോഴും മനസ്സിലാകുന്നില്ല. പിന്നെ ഈ സാക്ഷ്യം റെക്കോർഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ചെറിയ വിഷയമല്ല, ഇവിടെ എന്തോ ബ്രേക്ക് ആയിട്ട് ഇത് പിന്നെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നതല്ല, വലിയ സർജറി വേണം ഈ ഭാഗത്ത്. പക്ഷെ അന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം അത് അടച്ചു. സ്കാൻ റിപ്പോർട്ടിൽ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു കേടുപാടില്ല അവിടെ, അങ്ങനെ ഒരു പൊട്ടൽ അവിടെ ഇല്ല, അങ്ങനെ ഒരു ഫ്രാക്ചറോ ബുദ്ധിമുട്ടോ അവിടെ ഇല്ല. യേശു രാത്രിയിൽ തൊട്ടു. ചിലരുടെ വിശ്വാസത്തെ ദൈവം ഉപയോഗിക്കും. ഇന്ന് പ്രാർത്ഥിക്ക്, എനിക്കൊരു അസാധാരണ വിശ്വാസം വേണമെന്ന് പറ. ഒന്ന് പ്രാർത്ഥിച്ചോ. ചില ഇന്നത്തെ മീറ്റിംഗ് ഒരു സൺഡേ മീറ്റിംഗ് ആയിട്ട് വന്ന് കൂടി ടാറ്റ പറഞ്ഞ് പോകരുത്. ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു ലോകമുണ്ട് നമ്മുടെ ചുറ്റിനും. ഇതിനെ പിടിച്ചു കെട്ടണമെങ്കിൽ ചിലത് നമ്മുടെ അകത്ത് വർദ്ധിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച് അല്പനേരം അന്യഭാഷ പറഞ്ഞ് അസാധാരണമായൊരു ഫെയ്ത്ത്, അസാധാരണമായൊരു അസാധാരണമായൊരു ഫെയ്ത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ അകത്തിരിക്കുന്ന വിശ്വാസം കർത്താവേ ഇൻക്രീസ് ആകട്ടെ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു. ഇത് പറയുമ്പോ തന്നെ പ്രവർത്തിക്കുകയാ. ഇന്ന് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർ 2 പ്രാർത്ഥന. 1 അസാധാരണമായ ധൈര്യം, 2 അസാധാരണമായ വിശ്വാസം, 2 പ്രാർത്ഥന. വേഗത്തിൽ പറ യേശുവേ അസാധാരണമായ ഒരു ഫെയ്ത്ത്, അസാധാരണമായ ഒരു ധൈര്യം. ഇൻ ദ ഫിയർ ഓഫ് സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസുകളെ ക്യാൻസൽ ചെയ്യുന്നപ്പ കർത്താവേ ധൈര്യത്തോടെ പ്രവചിക്കുവാൻ, ധൈര്യത്തോടെ കൃപാവര ശുശ്രൂഷ ചെയ്യുവാൻ, ധൈര്യത്തോടെ ദൈവരാജ്യം പറയുവാൻ, രാജാക്കന്മാരോട്, ഓഫീസർമാരോട്, എല്ലാ വ്യക്തികളോടും, സകല ജാതിയോടും, സകല ഭാഷക്കാരോടും ഞാൻ പ്രവചിക്കുമെന്ന് വിളിച്ചു പറ. തുറക്കുകയാ. Instant creative miracles in the name of Jesus. ശിഷ്യന്മാർക്ക് ഈ മർമ്മം അറിയാവുന്നത് കൊണ്ടാണ് ഇവര് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം. കാരണം യേശു ഏറ്റവും കൂടുതൽ പരാമർശിച്ച വിഷയം ഇതാണ്, അല്പവിശ്വാസി. 2 ക്വസ്റ്റ്യൻ ആണ് അവർ ക്ലിയർ ചെയ്തത്. അപ്പൊ ക്വസ്റ്റ്യൻ യേശു എപ്പോഴും ഞങ്ങൾ വിളിക്കുന്നത് എന്തുവാ? ഭീരുക്കളെ, അല്പവിശ്വാസികളെ, സംശയിക്കുന്നവരെ. അപ്പൊ ചോദ്യം, കർത്താവ് ഞങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം? ഒന്ന് ഇൻക്രീസ് ചെയ്യണം. കണ്ടോ? അടുത്തത് ഞങ്ങൾക്കൊരു ധൈര്യം വേണം. ഇത് 2ഉം സെറ്റിലായാൽ പിന്നെ യെരൂശലേമിൽ കിടക്കാൻ പറ്റത്തില്ല.
ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ഹിൽഷാമിന്റെ ബൗണ്ടറി ബ്രേക്ക് ആവുക, ഈ ഈസ്റ്റ് ബോണിന്റെ ബൗണ്ടറി ബ്രേക്ക് ആകട്ടെ, യുകെയുടെ ബൗണ്ടറി ബ്രേക്ക് ആകട്ടെ. അസാമാന്യമായ ഫെയ്ത്ത്. ചിലർക്ക് ദൈവം ജനിക്കുമ്പോ തന്നെ ഈ ഒരു ഫെയ്ത്ത് കൊടുക്കും. ഞാൻ ആ സഹോദരന്റെ കാര്യം പറഞ്ഞ അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ച ആളുടെ ഞാനാകെ ഒരു 3-4 സെക്കൻഡേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷെ ആ സഹോദരി വിശ്വസിക്കുക. ആ ഹോസ്റ്റലിലുള്ള സകല നേഴ്സുമാരും, അവിടെയുള്ള നോർത്ത് ഇന്ത്യയിലെ സകല ഡോക്ടർമാരും പറയുന്നത് ഇത് മേജർ സർജറി ഇവിടെ തലയ്ക്കകത്ത് ചെയ്യണം. കണ്ടോ? സ്വന്തം അമ്മ പറയുന്നത് ഈ ഒരു പെങ്കൊച്ചാണ്, കല്യാണം കഴിച്ചിട്ടില്ല, നിന്റെ ഭാവി എന്താവും? അപ്പൊ ചുറ്റും നിൽക്കുന്ന ഹെരോദാവുമാരെല്ലാം എന്നാ പറയുന്നത്? ഈ അവസ്ഥ. പക്ഷെ ഉള്ളത്തിൽ നിന്നൊരു ഫെയ്ത്ത് പറയുക, യേശു എന്നെ തൊട്ടു. കണ്ടോ കണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, മസ്റ്റായിട്ട് പ്രാർത്ഥിക്കണം. ഇതൊന്നും ഒരു കുറവല്ല. ഒരു കുറവ് നമുക്കെല്ലാം ഒരു കുറവ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കണ്ടല്ലേ. എനിക്ക് സംശയമാനൊക്കെ പറയുന്നത് നമ്മുടെ ഇടയിൽ ആൾക്കാർ കളിയാക്കും. എൻ്റെ ഒരു കൂട്ടമുണ്ട്, എപ്പോഴും ഉണ്ട്, പറയും നിന്റെ വിശ്വാസം എവിടെ? നമ്മൾ എന്തെങ്കിലുമൊക്കെ സങ്കടം പറഞ്ഞ ഉടനെ വേർ ഈസ് യുവർ ഫെയ്ത്ത് എന്ന് ചോദിക്കും. അപ്പം എനിക്ക് എപ്പോഴും ഉണ്ട് കൂടെ. അനുപർ എന്തൊരു സങ്കടം പറഞ്ഞപ്പോഴേക്കും ഉടനെ പറഞ്ഞ് വേർ ഈസ് യുവർ ഫെയ്ത്ത് എന്ന് ചോദിച്ചു. അപ്പം അനുപർ ഞാൻ നോക്കി വെക്കുക അവനെ. തമാശക്ക് പറഞ്ഞു. ഒരു ദിവസം പുള്ളി എന്തോ ഒരു വിഷയം വന്നിട്ട് പറഞ്ഞു, അടച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങൾ അപ്പോൾ ബ്രദർ വെച്ച് വേർ ഈസ് യുവർ ഫെയ്ത്ത്. എന്നിട്ട് ഈ ബ്രദർ പറഞ്ഞു, ഞാൻ നിന്നോട് അങ്ങനെ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. പത്രം പറഞ്ഞാട്ടെ. ചിലപ്പോൾ നമ്മുടെ ഫെയ്ത്തിന്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ ബാലൻസ് മാറിയെന്നിരിക്കും. അതിന്റെ കാരണം ഞാൻ പറയാം. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ സമയത്ത് അപ്പോസ്തലന്മാര് ആത്മാവിനെയൊക്കെ പ്രാപിച്ചവരെ വരുന്നു. ആത്മാവിലൊക്കെ നിറഞ്ഞ് അന്യഭാഷയൊക്കെ പറഞ്ഞ് തീയായിട്ട് ഇറങ്ങി വന്നവർ പറയുക ധൈര്യമില്ലെന്നും. പരിശുദ്ധാത്മാവ് എന്താ ചെയ്തത്? അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഇതേപോലെയല്ല ഇതാണ് നിറവെന്ന് പറയുന്നത്? നമ്മുടെ ചിന്തയിൽ നിറവെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിൽ ആരാധിച്ച് അതൊരു നിറവാണ്. ഇതാ ഒറിജിനൽ നമ്മുടെ അകത്തെ മാറ്റം, അകത്തുണ്ടാകുന്ന മാറ്റം. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന അഭിഷേകം കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുടന്തനെ കാണുമ്പം ഉച്ചക്കാരനെ കാണുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? ഒരു പൗണ്ട് എടുത്തിട്ട് കൊടുക്കും. അപ്പൊ എന്താ നിറഞ്ഞത്? ശരിക്കും പറഞ്ഞ ഇവിടെ നിറഞ്ഞെങ്കിൽ പുറത്തവനെ എണീപ്പിക്കണം. കണ്ടോ? ഇവിടെ നിറഞ്ഞാൽ പുറത്ത് റിസൾട്ട് കാണും. അതിന്റെ തെളിവാണ് പറഞ്ഞു നോക്കിയേ. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരിരുന്ന സ്ഥലം കുലുങ്ങി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. നമ്മുടെ ചിന്തയിൽ ഇവരെല്ലായിടത്തും പരസ്യോഗം മാത്രം ചെയ്തു നല്ല പറഞ്ഞേക്കും. താഴോട്ട് വായിച്ചേ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാന സാക്ഷ്യം പറഞ്ഞു. കണ്ടോ? ഹെരോദാവിന്റെ മുമ്പിൽ ഇപ്പൊ ഇന്നലെ പേടിച്ച് മുട്ടിടിച്ച ആൾക്കാർ ഹെരോദാവ് ഞെട്ടിപ്പോയി കണ്ടത്. എവിടുന്ന് കിട്ടി ധൈര്യം? ഇന്നലെ എന്നെ കണ്ട് മുട്ടിടിച്ചവരല്ലേ, എവിടുന്ന് കിട്ടി ധൈര്യം? പരിശുദ്ധാത്മാവിന്റെ നിറവ്. എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ തന്നെ വരും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹയർ ഓഫീസർ അല്ലെങ്കിൽ അതിൻ്റെ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആളോട് പരിശുദ്ധാത്മാവ് നിന്നോട് ഇത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആലോചന കൈമാറാൻ വേണ്ടി പോകുക. എൻ്റെ ദൈവമേ, ആരാ അത് സ്വീകരിക്കുന്നത്? ഞാനത് ആ അഭിഷേകത്തിന് നിന്നുകൊണ്ടായി പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചില തലങ്ങളെ ദൈവം നിങ്ങളുടെ മേൽ തുറക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അസാമാന്യമായ ധൈര്യം. In the name of Jesus Christ, ഒരു അസാമാന്യമായ ധൈര്യം, അസാമാന്യമായ ധൈര്യം. ഒന്ന് പ്രാർത്ഥിച്ച് അസാധാരണമായ ഒരു ധൈര്യം നിങ്ങളുടെ മേലെ ഇംപാർട്ടേഷൻ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരു പകർച്ച ഉണ്ടാകട്ടെ. ഒരു അസാധാരണമായ ധൈര്യം. നോക്കിക്കേ, ഇങ്ങനെ ഇത് എവിടെ തുടങ്ങിയതാ? മർക്കോസിൽ തുടങ്ങിയതാ. എനിക്ക് ഇതാ ശിഷ്യന്മാരുടെ പ്രത്യേകത മനസ്സിലായോ? നമ്മുടെ അത്രയും വലിയ സർട്ടിഫിക്കറ്റ് അവർക്കൊന്നുമില്ല, ലാംഗ്വേജ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവർ നോട്ട് ചെയ്ത് വെക്കും. യേശു ഞങ്ങളെ എന്താ വിളിച്ചത്? എന്തുകൊണ്ട് കാറ്റടങ്ങിയില്ല? എന്തുകൊണ്ട് കടൽ അടങ്ങിയില്ല? യേശുവിന്റെ ചോദ്യം ഇതാ, വേർ ഈസ് യുവർ ഫെയ്ത്ത്? അപ്പൊ അവർക്ക് എന്തില്ല? ഫെയ്ത്ത് ഇല്ലാഞ്ഞിട്ടല്ല, ഇവർ അകത്തിരിപ്പുണ്ട് ഈ കാറ്റിനെ പിടിച്ചു കിട്ടുന്ന വിശ്വാസം. കണ്ടോ? ഇവർ അകത്തിരിപ്പുണ്ട് കടലിനെ പിടിച്ചു കിട്ടുന്ന. അതാ യേശു വെച്ചത്, വേർ ഈസ് യുവർ? എന്റെ വിശ്വാസം. ശിഷ്യന്മാര് വാ വിളിച്ചിരിക്കുക,
ഏത് വിശ്വാസം? എടുത്ത വിശ്വാസം മുഴുവൻ പോയി കയ്യിൽ നിന്ന്. എല്ലാം കയ്യിൽ നിന്ന് പോയി. യേശു വെക്കുക, ഞാൻ തന്ന വിശ്വാസം എന്ത് ചെയ്യും? വിശ്വാസം അവിടെ തന്നെ ഇരിപ്പുണ്ട്, പക്ഷെ ഫിയർ അതിനെ ഓവർകം ചെയ്തു. ഇപ്പൊ മനസ്സിലായോ എന്താ ഓവർകം ചെയ്തത്? ഞാൻ പറഞ്ഞ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാണെ, ദൈവത്തിന് നിങ്ങളെ ഇതിൻ്റെ അകത്തിരുന്ന് ആരാധിച്ച് ഭയങ്കര കയ്യടി നേടാനുള്ള ഒരാഗ്രഹവും ഇല്ല. കർത്താവിന്റെ പ്ലാൻ പുറത്തിറക്കണം നിങ്ങളെ. ഞാൻ വീണ്ടും പറഞ്ഞു, ദൈവത്തിന്റെ പ്ലാൻ അനേക ജാതികളെ നേടണം. ഈ പ്ലാനിന് വിരോധമായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഫിയർ. എല്ലാം നിങ്ങളുടെ അകത്തുണ്ടെന്ന്, എല്ലാ കൃപാവരങ്ങളും നിങ്ങളുടെ അകത്തുണ്ട്, എല്ലാ കൃപാവരവും ഉണ്ട്. യേശുവിന്റെ പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ വേറെ എന്നാ കൃപാവരം നമുക്ക് വേണം? എല്ലാ ബ്ലെസ്സിങ്ങും ഉണ്ട്. പക്ഷെ വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാതിരിക്കാൻ ഞാൻ പറഞ്ഞത് ബ്ലോക്കുകളെ നമ്മൾ ഓവർകം ചെയ്യണം. ഇവിടെയാണ് പലപ്പോഴും പ്രവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കേട്ടെങ്കിലും ചില ആൾക്കാർ, എല്ലാവരും അല്ല, ചിലർ പറയും 100-ൽ 99% ആൾക്കാർക്ക് നടക്കുമെങ്കിലും 1% ആൾക്കാർ പറയും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്നില്ല? കള്ളപ്രവചനമല്ല 1% ആൾക്കാർ പറയും. എൻ്റെ കാരണം എന്നറിയാവോ? ഇവരോട് സംസാരിച്ചത് ദൈവാത്മാവ് തന്നെയാണ്. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ജനത്തോട് യഹോവ തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ എല്ലാവർക്കും എന്ത് ചെയ്തില്ല? അതിന്റെ അർത്ഥം യഹോവ നുണ പറഞ്ഞോ? ഇല്ല. അവിടെയുണ്ട് പിറുപിറുപ്പ്. എന്ത് പിറുപിറുപ്പ്? ഫറവോനെ കണ്ട് ഭയപ്പെട്ടു, സാഹചര്യം കണ്ട് പിറുപിറുത്തു. ഇതിന്റെ എല്ലാം കാരണം ഫിയറാണ്. ഇതിനെല്ലാം കാരണം ഫിയറാണ്. കടല് മാറുമെന്ന് ദൈവം പറഞ്ഞു, പക്ഷെ ബ്രദറെ ആമേ ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്, പക്ഷെ മനസ്സിന്റെ അകത്ത് കടല് മാറുമോ എന്നൊരു സംശയം. ഫിയറാണ്. ഉടനെ പറ, കർത്താവേ കടല് മാറുമെന്നുള്ള ഉറപ്പെന്റെ അകത്ത് വർദ്ധിപ്പിക്കണം. ഇതിനെ ഓവർകം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഇതിനെ ഓവർകം ചെയ്യും. നമുക്ക് നമ്മൾ പോലും അറിയാത്ത ചില കഴിവുകൾ ദൈവം തരും. ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിക്കുകയാണ്, എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ചപ്പം ഞാൻ ഓർത്ത്, കർത്താവേ, ഞാൻ അവിടെ നിന്ന് കുറച്ചു നേരം മാറിയിരുന്നു. പിന്നെ ഞാൻ ഇവരെ നോക്കി. അപ്പം ഞാൻ ആലോചിച്ചു, കർത്താവേ, ഞാൻ ഇവരുടെ ഏജ് തന്നെയല്ലേ, എനിക്കൊന്നുകൊണ്ട് ഇവർ സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ലിനിയാൻറ്റിയോടും ബെന്നിവദറിനോടും ലിംസിസ്റ്റോടും ഒക്കെ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ ഞാനിപ്പോൾ ഓർത്തുകൊണ്ടിരുന്നത് നമ്മളെല്ലാം ഒരു പ്രായമാണ്. സ്തോത്രം പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങളും ചിലപ്പോൾ ഓർത്ത് അങ്ങനെ ആയിരിക്കും അല്ലേ? നമ്മൾ പോലും അറിയാത്ത സംസാരത്തിൽ ഞാൻ പ്രായത്തിൽ കുറഞ്ഞ ആളാന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴേലും? നമ്മൾ പോലും അറിയാത്തൊരു മെച്യൂരിറ്റി ദൈവം തന്നില്ലേ? ആണോ അല്ലയോ? ഞാൻ അവരുമായിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, വ്യത്യാസമാണല്ലോ എൻ്റെ സംസാരങ്ങളും വാക്കുകളും ഒക്കെ. അപ്പൊ ദൈവം നമ്മൾ പോലും അറിയാതെ നമ്മളതൊരു മെച്യൂരിറ്റി ഒക്കെ തരുന്നുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ. ഇത് നമ്മൾ തന്നെ വരുന്നത്. ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല. ഞാൻ ഓർത്ത, കർത്താവ്, എന്നെക്കാളും മൂത്ത ആൾക്കാരൊക്കെ പോയി സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? തന്നെ ആ ഭാഷകളെ വാക്കുകളെയൊക്കെ ദൈവം എന്ത് ചെയ്യും? മേക്കപ്പ് ചെയ്യും. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ, അതാണ് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ. വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യണം? അവകാശമാക്കണം. ഇവിടെ നിങ്ങൾ മന്ദതയുള്ളവരാകരുത്. എബ്രായ ലേഖനം 4-ാം അധ്യായം. മന്ദത ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു നിമിഷം നമുക്ക് എണീക്കാം. ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ അതോ മടുത്തോ? ആമേൻ. ഞാൻ ഈ വചനം ഇങ്ങനെ മെഡിറ്റ്, അപ്പൊ ഞാനത്, കർത്താവ്, ഈ സ്പിരിറ്റ് ഓഫ് ഫിയർ എന്നുള്ളതിന്റെ മനസ്സിലായി. അപ്പൊ ഞാൻ ഉടനെ ശ്വാസിക്കാൻ തുടങ്ങി, യേശുവിന്റെ നാമത്തിൽ എന്തുവാ സംഭവം. പിന്നെയാണ് ഈ വചനവുമായിട്ട് പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ അത് ധ്യാനിക്കുമായിരുന്നു. കർത്താവ്, അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മളെ കയറ്റുക. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു വീടോ ഒരു ജോലിയോ ആയിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടു ജോലി ആയിക്കോട്ടെ, വീട്ടിലിരിക്കുന്ന വ്യക്തിയെ ഇപ്പൊ കേൾക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, നിങ്ങളെ ദൈവം അവിടെ ആക്കി വെച്ചത് അറിയാവോ? നിങ്ങളെ ദൈവം, നമുക്ക് അവരെ ഒത്തിരി പേരെ നേടേണ്ടതുണ്ട്, പക്ഷെ നമുക്ക് അവരെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എളുപ്പമായി ഞാൻ വഴി പറഞ്ഞുതരാം. നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിന് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലിരിക്കുന്ന രാജാവിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ ഡീകോഡ് ചെയ്യാൻ കഴിയുന്ന ആത്മാവാണ്. അവിടെ ഒരു വാക്ക്, ആത്മാവ് സകലത്തെ അറിയുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി പറയാം, ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നു. അടുത്ത വാക്യം, ആത്മീയൻ സകലത്തെയും അറിയുന്നു. കണ്ടോ? ആത്മീയനും എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം അറിയാൻ പറ്റും. അതാണ് വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന കൃപാവരം. ഈ വേർഡ് ഓഫ് വിസ്ഡം എൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് ഇപ്പൊ ജോസഫ് ബ്രദറിന്റെ അകത്ത് എന്തെല്ലാം ഉണ്ടോ, അതാണ് യേശുവിനകലേക്ക് വന്ന പരീശന്മാരിങ്ങനെ തിരിച്ചുകൊണ്ട് വർത്താനം പറയുക.
മനസ്സ് പറയുന്നത് യേശു എന്തിന് ഇവരോടെ തിന്ന് കുടിച്ച് വേറെ പണിയൊന്നുമില്ല യേശുവിന്, വേറെ എവിടെയെല്ലാം പോവാ, ഇവരുടെ കൂടെ എന്തിനു തിരിച്ചോണ്ടാ പറയുന്നത്. യേശു പറയുകയാണെ നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? കറക്റ്റ് അവര് പറഞ്ഞ വാക്ക് എന്ത് ചെയ്യുക? അവരോട് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. കണ്ടോ, യേശുവിനത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. അവൻ എന്ത് ചിന്തിക്കുന്ന കാര്യത്തെ നിങ്ങളുടെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് കൃപാവരം കിടപ്പുണ്ട്. പക്ഷെ ഫിയർ ഓഫ് ദ സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസ് പലപ്പോഴും നമ്മുടെ അകത്ത് അവിശ്വാസമായി പിറുപിറുപ്പുകളായി നിറഞ്ഞു കിടക്കുക. ഇതിനെല്ലാം മൂടിക്കിടക്കുക. ഇന്ന് മറ നീക്കി പുറത്തായ കർത്താവ് 2026 ശുശ്രൂഷയുടെ വർഷമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്ന സഹോദരങ്ങളെ മുമ്പോട്ട് കയറി വരണം. ശുശ്രൂഷയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറി വരണം. കർത്താവിൻ്റെ നാമത്തിൽ അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ കയറി വന്നേ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, 2026 ഞാൻ വിശ്വാസം പറയുക ലെവല് മാറുന്ന വർഷമാണ്. ഞാൻ വിശ്വാസം പറയുക ലെവല് മാറുന്ന, അസാധാരണമായ രീതിയിൽ മാറുന്ന വർഷം. കാര്യം പരിശുദ്ധാത്മാവിൽ എന്തോരം കാര്യം ചെയ്യണമെന്നറിയോ? ഒന്ന് കണ്ണടച്ച് നമുക്ക് അല്പനേരം ഒന്ന് സബ്മിറ്റ് ചെയ്ത്, കർത്താവേ എൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഭീരുത്വം ഉള്ളത് കൊണ്ടാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സുവിശേഷത്തെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയാത്തത്. നമ്മൾ പലപ്പോഴും ഹായ് ബായ് പറഞ്ഞു പോവല്ലേ? അല്ല, അവനെ പിടിച്ചു നിർത്തി, അവനോട് ദൈവം പറയുന്നതിനെ പറയുക, അവനെ പിടിച്ചു നിർത്തി. 9 മണി നേരത്ത് പോകുന്ന പത്രോസിലേക്ക് വേണമെങ്കിൽ 1 രൂപ ഇട്ടിട്ട് അങ്ങ് പോകാം. പക്ഷേ അകം പറയുക, അവനെ എണീപ്പിക്കണം, അവനെ എണീപ്പിക്കാൻ. ചോദിച്ചോട്ടെ, എന്നാ ധൈര്യമായത്! ഓ, ഒന്ന് കേട്ടെ, പ്രാർത്ഥനയ്ക്ക് വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് നോക്കി ഇതൊന്ന് സ്വീകരിച്ചോണേ. പ്രാർത്ഥനയ്ക്ക് വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് ഭയങ്കര ധൈര്യം അല്ലേ? ഇവിടെ ഒരാളെ വന്ന് മുടന്ന് നിൽക്കുക, നമ്മൾ ചാടി പ്രാർത്ഥിക്കും. എന്നാ കവലയില് ആ പബ്ബിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വന്ന് നിൽക്കുക ചുറ്റിലും. അതിന്റെ നടുവിൽ ഒരാളിരുന്ന് മുടന്തനായിട്ട് വീൽ ചെയറിൽ ഇരിക്കുക. ധൈര്യം ഉണ്ടോ? നമുക്ക് യേശു രക്ഷകൻ എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ? നമ്മളവിടെ ആവേശം കൊണ്ടൊക്കെ ചിലപ്പോൾ ഓടിപ്പോട്ട് എന്ത് ചെയ്യും? ആവേശമല്ല നമുക്ക് വേണ്ടത്, അഭിഷേകമാണ്. ഈ ആവേശക്കാർ കൂടുതലായതുകൊണ്ടാണ് ഇത് ആവേശം ക്രിസ്ത്യാനിയായി പോയത്. ചുമ്മാ ഓടിപ്പോയി ആവേശം കാണിക്കില്ല, എല്ലായിടത്തും പോയി യേശുവിനെ പറ്റി പറയും, വന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് മുടന്ന് എണീക്കുവോ? അതുമില്ല. വലിയ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആവേശം കാണിക്കുവല്ല വേണ്ടത്, അഭിഷേകമാണ് വേണ്ടത്. നമുക്ക് ആവേശമല്ല വേണ്ടത്. ശിഷ്യന്മാർക്ക് മനസ്സിലായി, ആവേശം കാണിച്ചിട്ട് കാര്യമില്ല, ഇവിടെ അഭിഷേകം വേണ്ടത്. അവൻ നമുക്കത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? ആ മുടന്തന് വേണ്ടിയല്ലേ യേശു മരിച്ചത്? ഇനി അവൻ സൗഖ്യമാകുവോ ഇല്ലയോ എന്ന് നമ്മുടെ ഉള്ളത്തിൽ ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫിയർ കൊണ്ട് മൂടിയിരിക്കുക. ഞാൻ ഈ ജാതികളോട് സുവിശേഷം പറയാൻ പോയപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളം നമ്മുടെ ഫയർ മീറ്റിങ്ങുകളൊന്നും എഫക്റ്റീവ് അല്ലെന്ന് മനസ്സിലായത്. ഒരു ഹാലലി പറഞ്ഞാണ്ട് ഞാൻ തെറ്റെന്നല്ല പറയുന്നത്, ഇതിൻ്റെ അകത്തുള്ളതിൻ്റെ വിപരീതം പുറത്താ. ഇവിടുന്ന് പ്രാപിക്കുന്നത് പുറത്ത് വെളിപ്പെടണം. ഇവിടെ പ്രാപിക്കുന്നത് ഇവിടെ കൊണ്ട് തീർക്കാനല്ല, ഇത് പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇന്നൊന്ന് വിശ്വാസ കണ്ടുകൊണ്ട് പുറത്തിരിക്കുന്ന വീൽ ചെയർ രോഗിയെ എണീപ്പിക്കുവാനുള്ളൊരു വിശ്വാസം എൻ്റെ അകത്തുണ്ട്. പക്ഷെ ഫിയർ എന്നെ അനുവദിക്കുന്നില്ല, ഭയം എന്നെ അനുവദിക്കുന്നില്ല. കാറ്റിനെ അടക്കുന്ന വിശ്വാസം എൻ്റെ അകത്തുണ്ട്, കടലിനെ പിടിക്കുന്ന വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ ഫിയർ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നില്ല. ഒന്ന് പ്രാർത്ഥിച്ചേ യേശുവേ, ഇന്ന് ഫിയർ മാറിയാൽ ആൻസൈറ്റികൾ മാറും. ഫിയർ മാറിയാൽ കോൺഫിഡൻസ് വർദ്ധിക്കും. ഫിയർ മാറിയാൽ ആരോടും അതുകൊണ്ടാണ് ഇത്രയും നാളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവത്തെ നിലവിളിച്ചിട്ട് എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞിട്ട് ദൈവം മൈൻഡ് ചെയ്യാത്തതിന്റെ കാരണം എന്നറിയാവോ? ദൈവം റെഡിയാ, പക്ഷെ ഫിയർ കൊണ്ടത് മൂടിയിരിക്കുക. ഇന്ന് പറ, എനിക്ക് ഫിയർ വേണ്ട. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ബലത്തിന്റെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും പുനരുദ്ധാനത്തിന്റെ ആത്മാവ്. പ്രാർത്ഥിച്ച യേശുവേ, ആ പുനരുദ്ധാനത്തിന്റെ ആത്മാവേ, എന്റെ ഉള്ളത്തിൽ എന്റെ വിശ്വാസത്തെ നിറയ്ക്കണേ അപ്പ. എന്റെ ഉള്ളത്തിൽ അസാധാരണമായ ഒരു ധൈര്യം ഇപ്പൊ തന്നെ കൃപാവരം ജ്വലിക്കും. ഇപ്പൊ തന്നെ നിങ്ങളുടെ മേലുള്ള സ്പിരിച്വൽ ഇൻഫ്ലുവൻസുകൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് അറിയാതെ പ്രാപിച്ചു. യേശുവിന്റെ നാമത്തിൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ എല്ലാ ഭയങ്ങളും മാറട്ടെ, എന്റെ ഭയങ്ങൾ മാറട്ടെ. പരിശുദ്ധാത്മാവേ, എന്റെ ഭയത്തെ നീക്കി എന്റെ അകത്ത്
ഒരു അസാധാരണമായ വിശ്വാസം. എല്ലാരും പറഞ്ഞേ, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഏറ്റെടുത്ത്. അസാധാരണമായത്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അസാധാരണമായ വിശ്വാസം. ഓ മലകളെ നീക്കുന്ന, മരിച്ചതിനെ ഉയർപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ഒരു അസാധാരണ വിശ്വാസം. പ്രാർത്ഥിച്ച് എല്ലാവരും അന്യ ഭാഷയിൽ. എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ആരാധിച്ചാൽ മതി. എനിക്കത് വേണം കർത്താവേ. എനിക്ക് ഈ രാജ്യത്ത് ഒതുങ്ങിയാ പോരാ, എനിക്ക് എൻ്റെ വീട്ടിൽ ഒതുങ്ങിയാ പോരാ, എനിക്ക് എൻ്റെ പഞ്ചായത്തിൽ ഒതുങ്ങിയാ പോരാ, എനിക്ക് പടരണം, എനിക്ക് പടരണം. ആത്മാവിന്റെ നദിയിൽ യേശുവിന്റെ സാക്ഷിയായി എനിക്ക് ലോകമെമ്പാടും പോണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പട്ടണങ്ങളെ പിടിച്ച് കുലുക്കുന്ന, ദേശങ്ങളെ ഇളക്കുന്ന, ജാതികളെ പിടിക്കുന്ന അസാധാരണമായ ധൈര്യം, അസാധാരണമായ ഫെയ്ത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻക്രീസ് ആകട്ടെ, ഇൻക്രീസ് ആകട്ടെ, ഇൻക്രീസ് ആകട്ടെ. റോക്കെ ബാറ സേറ്റലെ ആത്മാക്കളെ ഓടിച്ചിട്ട് പിടിക്കുന്ന റോക്കെ ബെന ലസതെര മസിയാതെരെ. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഒരു അസാധാരണമായ ഫെയ്ത്ത്. റോസെന്റലാവെ അർബിനി സേകെ ഓറിയ സേറ്റെ. യേശുവേ, യേശുവേ റിക്കി ബിരി 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 ബറ ദാലബകറബന റിഗമന. ഇപ്പോ ആക്റ്റീവ് ആവുക. ദൈവാത്മാവ് ഇന്ന് ആ മുറി കുലുക്കിയതുപോലെ, ആ മുറി കുലുക്കിയതുപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത്. ഓ റൽകബറകബസിയാൻഡരെ. ഇതുവരെ ഇല്ലാത്തൊരു വിശ്വാസം, ഇതുവരെ ഇല്ലാത്തൊരു ബലം, ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യം, ഇതുവരെ 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 ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ, ഇന്നലകളിൽ നിങ്ങൾ കണ്ടുകൊണ്ട് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ദൈവപ്രവർത്തികൾ ഇന്ന് ഇന്ന് ഈ ഒറ്റ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിംപാട്ട് ചെയ്യുക. ഓ കുടുംബത്തിന്റെ അകത്തുനിന്ന് ആത്മാക്കളെ വലിച്ചെടുക്കുന്ന, കുടുംബത്തിന്റെ അകത്തുനിന്ന് ആത്മാക്കളെ നേടുന്ന, എവിടെ ചെന്നാലും ഫലം കായ്ക്കുന്ന ഒരു അന്തരീക്ഷം. പ്രാർത്ഥിച്ച് യേശുവിനെ അതിന്റെ ഭാഷ പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ. പരിശുദ്ധാത്മാവേ, ആത്മാവിന്റെ നിറവിലേക്ക്, ആത്മാവിന്റെ നിറവിലേക്ക്, ആത്മാവിന്റെ വിശ്വാസത്തിലേക്ക്, ആത്മാവിന്റെ ധൈര്യത്തിലേക്ക്. ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ ധ്യാനിച്ച്. ഓ ബാബ, ഞാൻ അങ്ങനെ പ്രാർത്ഥന കർത്താവേ, എനിക്കൊരു അസാധാരണമായ ധൈര്യം വേണം. ഓ പലപ്പോഴും ഞാൻ പെറുപുറത്തോണ്ടിരിക്കുക, പലപ്പോഴും ഞാൻ സംശയിച്ചുകൊണ്ടിരിക്കുക, പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഭയത്തിന്റെ സൈനുകളാ. ഭയമുള്ളപ്പോഴാ സംശയം വരുന്നത്, ഭയമുള്ളപ്പോഴാ പേടി വരുന്നത്, ഭയമുള്ളപ്പോഴാ ധൈര്യം പോകുന്നത്, ഭയമുള്ളപ്പോഴാ നമ്മുടെ അകത്ത് വചനം കേട്ടിട്ടും ഒന്നും ഗ്രഹിക്കാൻ കഴിയാത്തത്. ഇന്നത് ക്യാൻസൽ ആകുക. ഈ ദേശത്തിന് മേൽ ഒഴുകുന്ന ഒരു നദിയായി, ദേശത്തിന് മേൽ ഒഴുകുന്ന ഒരു നദിയായി ഞാൻ മാറുക. ദേശങ്ങളെ ഒഴുകുന്ന, ചലിക്കുന്ന പ്രാണികളെ ചലിപ്പിക്കുന്ന. എല്ലാരും പറഞ്ഞു, ദേശത്തെ ഞാൻ പിടിക്കും, പട്ടണങ്ങളെ പിടിക്കും. എനിക്കൊരു അസാധാരണമായ വിശ്വാസം. നമുക്ക് ചിലത് ദൈവത്തോട് ചോദിച്ചേ പറ്റത്തുള്ളൂ, ചിലത് ചോദിച്ചേ പറ്റത്തുള്ളൂ. പ്രാർത്ഥിച്ച് അല്പനേരം പ്രാർത്ഥിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്നൊരു അസാധാരണമായ ഒരു ധൈര്യം, അസാധാരണമായ ധൈര്യം. ഒന്ന് കണ്ണടച്ച് അകത്തേക്ക് വന്നേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ പ്രസംഗം എല്ലാം കേട്ട് ചീർത്തിരിക്കുക. നമ്മള് എന്താ ഗുണം? ഒരു ഗുണവുമില്ല. പ്രസംഗിച്ചത് മുഴുവൻ പ്രവൃത്തി തലത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇത് രണ്ടും വേണം. അസാധാരണമായ ധൈര്യം. ഫിയറിന്റെ ഓപ്പോസിറ്റാ, ഫിയറിന്റെ ഓപ്പോസിറ്റാണ് വെളിപ്പെട്ടത് അസാധാരണമായ ധൈര്യം. എക്സ്ട്രാ ഓർഡിനറി കറേജ് അവരുടെ മേൽ വ്യാപരിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒന്ന് പ്രാർത്ഥിച്ചു, യേശുവേ, ഭയങ്കര ഒരു വിശ്വാസം എനിക്ക് വേണം. പ്രാർത്ഥിച്ചു. അകത്തുനിന്ന് വർധനവിന് വേണ്ടി ഞാനിത് പറയുന്നത്. അകത്തൊരു വർധനവുണ്ടായാൽ പുറത്തത് റിഫ്ലക്റ്റ് ചെയ്യും. ഇന്ന് അകത്ത് വർധനവ് നടക്കാത്തത് കൊണ്ടാണ് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യാത്തത്. അസാധാരണ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ കൈവപ്പിനാൽ നിന്റെ അകത്ത് കൃപാവരം വന്നു, പക്ഷേ നീ എന്ത് ചെയ്യണം? സ്പിരിറ്റ് ഓഫ് ഫിയറിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്, നീ പ്രാപിച്ചിരിക്കുന്ന സ്പിരിറ്റ് ഓഫ് സ്ട്രെങ്ത് ആണ്. അത് നീ മനസ്സിലാക്കണം, അതിനെ നീ ട്രസ്റ്റ് ചെയ്യണം, അതിൽ നീ ആശ്രയിക്കണം. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അർത്ഥന
അന്യഭാഷ പറഞ്ഞ് ഉറക്കെ വിശ്വാസം കേൾക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ദേശം കേൾക്കട്ടെ. ജനറേഷനെ ദൈവം എണീപ്പിക്കുക. ഓ യേശുവേ, ഞാനൊരു വിഷൻ കാണുകയാ. യൂത്ത് ഓടി വരുന്നൊരു വിഷൻ ഞാൻ കാണുകയാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മൾ കഥ പറഞ്ഞിട്ടല്ല, അവരെ തൊടുന്ന രീതിയിൽ. ഓ റൽബേ റാഷേ റീസേ റീകേ റെൽബേ റാഷേ തേരേ റീകേ സ്വേകേ തേബേ റിയാന്തരേ. യുവാക്കളുടെ മേൽ എല്ലാവരും അഭിഷേകത്തിന്റെ ശക്തി പടരുന്ന രീതിയിൽ. റോക്കേ റാക്കേ റേബേ റേറ്റേ ലേമേ റേറ്റേ റോഖല ബറക ബറക റബല റിയാതരേ ഓറാ ബാബ റിക ബാബ ശക ബേബേ റികേ ഉഡ റബ ശക നെത റിക ബന റികേ ഉഡ റബ ശക തേരേ ബന റിക തേരേ ഉഡ റബ ശക തേരേ റിക ദന റികേ ഉഡ റബ ശക തേരേ റിക തേരേ റികേ. യേശുവിന്റെ നാമത്തിൽ ബറക സിയാന്തലേ റിക ബസ് വൈകത ലബ്രിയ തേരേ. ഓ യേശുവിന്റെ നാമത്തിൽ അനേക യുവാക്കൾ ഓടി വരികയാ. വിട്ടു പിരിയാൻ കഴിയാതെ വണ്ണം അസാധാരണമായ ഓ ജീസസ് അവരുടെ സുബോധ മനസ്സിനെ പിടിച്ചു കെട്ടുന്ന ഒരു ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുക. ഓ പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ എന്റെ അടുത്ത ലെവലിലേക്ക് ഞാൻ മൂവ് ചെയ്യുക. നെക്സ്റ്റ് ലെവൽ അനോയിന്റിംഗിലേക്ക്, നെക്സ്റ്റ് ലെവൽ മൂവിലേക്ക്. ഒരു വിശ്വാസ വീരന്റെ പട്ടികയിലേക്ക്. ഓ ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുക. ഫെലിസ്ത്യരുടെ ദേശങ്ങളെ പിടിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ മുഖം ഒന്ന് പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ. ഓ യേശുവേ 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 യേശുവേ. അസാധാരണമായ മിറക്കിൾ അനോയിന്റിംഗ്, അസാധാരണമായ മിറക്കിൾ അനോയിന്റിംഗ്. കൈ തൊടുന്നിടത്ത് കൈ എടുക്കുമ്പോൾ തന്നെ പുതിയ അവയവങ്ങൾ ഉണ്ടായി വരുന്ന, പുതിയ കണ്ണുകൾ ഉണ്ടായി വരുന്ന, പുതിയ അവയവങ്ങൾ റിലീസ് ആകുന്ന. ഓ യേശുവിനെ ഉപയോഗിക്കൂ. ഞാൻ ദേശങ്ങളുടെ മേൽ പടർന്ന് Oral biria terima sekete baraki boria udar bilkina brakes beteria roke bakaroke bekete barake lebara kosa. Oh say April മാസം വലിയൊരു ബ്രേക്ക് ത്രൂവിന്റെ മാസം എന്നുള്ളത് പറയുക. ഈ ഏപ്രിൽ മാസം ഭയങ്കര ബ്രേക്ക് ത്രൂ. ആരത് പിടിക്കുന്നു? ഏപ്രിൽ മാസം എന്നോട് പരിശുദ്ധാത്മാ അറിയാം. 2026 ഏപ്രിൽ മാസം the demonstration of the spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഡെമോൺസ്ട്രേഷന്റെ സമയമാണ്. 2026 ഏപ്രിൽ മാസം പരിശുദ്ധാത്മാവിന്റെ ഡെമോൺസ്ട്രേഷൻ ദേശങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ എടുത്തുപയോഗിക്കുന്ന സമയമാണ്. മന്ത് ഓഫ് ഏപ്രിൽ എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലോഷൻ സംഭവിക്കുന്ന ടൈമാണ്. ദൈവം രാജ്യങ്ങളെ കുലുക്കാൻ വേണ്ടി പോകുക. ദൈവം രാജ്യങ്ങളെ കുലുക്കാൻ വേണ്ടി പോകുക. ദൈവം രാജ്യങ്ങളെ കുലുക്കാൻ വേണ്ടി പോകുക. ഏപ്രിൽ മാസം എന്നെ സ്പെസിഫിക് ആയി കാണിക്കുക. ഏപ്രിൽ മാസം ഒരു എക്സ്ട്രാ അനോയിന്റിംഗിന്റെ മാസമാണ്. ഹൃദയത്തിന്റെ അകത്ത് തമ്പുരാൻ പറയുന്നത് പ്രവചനവരത്തിന്റെ അഭിഷേകം ജ്വലിക്കുക കേട്ടോ. ഓ ഇത് സ്വീകരിച്ചേ. അസാധാരണ, ഇത് കെടുത്തരുത്, ജ്വലിപ്പിച്ചേ. ഭാഷാവരങ്ങൾ സമയത്തെ പോലും പിടിച്ചു നിർത്തുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കാണുക. സമയത്തെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിംഗ് ഇന്ന് സൂര്യനെയും ചന്ദ്രനെയൊക്കെ പിടിച്ചു നിർത്തിയതുപോലെ ടൈമിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ജോഷുവയുടെ മേൽ വ്യാപരിച്ച ഒരു എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിംഗ്. എന്നുള്ളതിൽ പരിശുദ്ധാത്മാ പറയുക, രാജ്യങ്ങളിൽ നിന്നുകൊണ്ടും പ്രധാനപ്പെട്ട ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്ന, അവിടുത്തെ സഭയല്ല,
എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ ഒരു ആലോചന കാണിക്കുക. രാജ്യങ്ങളുടെ അകത്തു നിന്നും സഭകൾ ഇൻവൈറ്റ് ചെയ്തിട്ടല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഡൈനാമിക് അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടും. പ്രഭുക്കന്മാരോട് സംസാരിക്കുന്ന ഒരു ആലോചനയുടെ തലം. യോസേഫിനെ ആലോചന കേൾക്കാൻ വേണ്ടി വിളിച്ചത് അവിടുത്തെ സഭയിലെ പാസ്റ്റർ അല്ല, അവിടുത്തെ രാജാവ് പറഞ്ഞത് എന്റെ സ്വപ്നം നീ വ്യാഖ്യാനിക്കണം. ഈ ഒരു മൂവാണ് ഏപ്രിൽ മാസത്തിന്റെ അകത്ത് ചലിക്കാൻ വേണ്ടി പോകുന്നത്. കൊട്ടാരങ്ങളിൽ നിന്ന് ഇൻവിറ്റേഷൻ വരും. ഓ യേശുവിന്റെ നാമത്തിൽ ഇത് എഴുതി വെച്ചോ കേട്ടോ. അധികാരികൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവാ. ഇൻവിറ്റേഷൻ മെയിലുകൾ ഓ ബൗണ്ടറികൾ ബ്രേക്ക് ചെയ്തിട്ടുള്ള വിസ സാങ്ഷനുകൾ അങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കാണുക. രാജ്യത്തിന്റെ അധികാരികൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് ഇൻവിറ്റേഷനുകൾ അയക്കുന്ന ലെമോ ഫ്രീ. ഓ മറിയിലും നിങ്ങൾക്ക് എത്ര പേർക്ക് അതും ഗ്രഹിക്കാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല കേട്ടോ. നടന്ന സംഭവം ഞാൻ പറയാ. കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചത് അവിടുത്തെ രാജാവ് ഇൻവൈറ്റ് ചെയ്യുക. എന്നെ നോക്കി ഒന്ന് പ്രവചിക്ക്. ഓ അവൻ കണ്ട സ്വപ്നത്തെ വിവേചിക്കുവാൻ കാരാഗ്രഹത്തിൽ കിടന്നവനെ ഇൻവിറ്റേഷൻ കിട്ടിയതുപോലെ ഒരു ഇൻവിറ്റേഷൻ വരികയാണ്. എക്സ്ട്രാ ഓർഡിനറി പ്രൊഫറ്റിക്കൽ മൂവുകൾ ചില റിസൾട്ടുകളെ ഡിക്ലെയർ ചെയ്യുവാൻ ദൈവാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. ഓ മറിയില്ല റേലേ, അത് വലിയ ചാൻസുകളാണ്. എന്നോട് തമ്പുരാൻ പറ, ചില റിസൾട്ടുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന് മുമ്പ് ആ റിസൾട്ട് നിങ്ങളോട് ദൈവം പറയും. ഓ അതൊക്കെ വലിയൊരു തലവാസി പ്രിയരെ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രൊഫറ്റിക്കൽ മാന്റിലുകൾ, ഇതുവരെ യൂസ് ചെയ്യാത്ത പ്രൊഫറ്റിക്കൽ മാന്റിലുകൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഏപ്രിൽ മാസം. ഓ മന്ത് ഓഫ് അസാധാരണമായ പ്രൊഫറ്റിക്കൽ ഡൈമെൻഷന്റെ ടൈമാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റി അതെനിക്ക് വേണോപ്പാ, ഒരു അനോയിന്റിങ് എന്റെ മേൽ വേണോപ്പാ എന്ന് പറയുന്നവർ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമേ. രാജ്യങ്ങളുടെ ഇൻവിറ്റേഷൻ വരുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ ഔട്ട് പോറിംഗ് ഉണ്ടാകുക. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഫിയറിനെ ഓവർകം ചെയ്യ്. കൊട്ടാരങ്ങളിൽ കയറുള്ളവരാ. യോസേഫിന് പേടിയില്ല. രാജാവേ, നീ കണ്ടത് ഞാൻ പറയാം, നീ കണ്ടതിനെ ഞാൻ വെളിപ്പെടുത്താം. ഇതൊരു ധൈര്യമാ പ്രിയരെ, ഇതൊരു ഫെയ്ത്താ പ്രിയരെ. ഇത്രയും വലിയൊരു അഭിഷേകം കിടക്കുക അകത്ത്. യോസേഫിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം. ഓ ജീസസ് കടലുകളെ കീറുന്ന വിശ്വാസം, ചെങ്കടലിനെ മുറിക്കുന്ന വിശ്വാസം, ഇതെല്ലാം അകത്ത് കിടക്കുക. ഇത് ഫിയർ കൊണ്ട് മൂടിപ്പോയി. ഇന്നതിന്റെ അഭിഷേകത്താൽ ഇത് പറ അസാധാരണമായ വിശ്വാസം. ദൈവത്തിന് പ്രവാചകന്മാരില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിന് അപ്പോസ്തലന്മാരില്ലാഞ്ഞിട്ടല്ല. ഈ ഭയത്തെ ജയിക്കുന്നതിനെ വേണം. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവേ ഒരു അസാധാരണമായ ധൈര്യം വേണം. നിങ്ങൾ ചരിത്രം കണ്ടു നോക്കിയേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ നിന്ന് ചാടി പത്രോസ് നിൽക്കുന്ന വീട് ഇന്ന് മരിച്ചുപോയ ആ ഒരു സഹോദരിയെ ഉയർപ്പിക്കുന്ന ലെവല് വിശ്വാസത്തെ വർദ്ധിച്ചെങ്കിൽ എന്റെ പ്രിയരെ, ഡെഡ് റേസുകൾ സംഭവിക്കാൻ പോവുക. ഡെഡ് റേസുകൾ ലൈവ് സ്ട്രീമുകളിൽ കാണാൻ വേണ്ടി പോകുക. ദൈവം പറയുന്നത് കേൾക്കുന്ന ലുദിയായിനെ എണീപ്പിക്കുന്ന മേഖലകൾ, ഫിയറിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ ഫിയറിന്റെ അകത്ത് കർത്താവേ ഒരു അസാധാരണ ധൈര്യം.
കൂട്ട സ്നാനങ്ങൾ നടത്താൻ പോവാ. നിങ്ങൾ പറയുന്നോടത്ത് സ്നാനത്തിന് വരും, അവര് പറയുന്നിടത്തല്ല. അത് കടലിലാണെങ്കിലും പൂളിലാണെങ്കിലും ഏത് കവലയിലും അതേപോലെ ദൈവം തൊടും. ഓ ജീസസ്, ഏപ്രിൽ മാസത്തിന് മുമ്പ് ശരിക്കും പ്രാർത്ഥിക്കണമേ. ഈ ഒരു മാൻഡിലിന്റെ അകത്തോട്ട് കയറണമേ, ഈ മാൻഡിലിൽ കയറി പറ്റണമേ. ഈ മാൻഡിൽ കയറി പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ട് കാണേണ്ടി വരും ഈ ദൂത് മറ്റൊരാൾ കൊണ്ടുപോകുന്നത്, ഈ ദൂത് മറ്റൊരുത്തം കൊണ്ടുപോകുന്നത് കാണേണ്ടി വരും. രാജ്യങ്ങളുടെ ഇൻവിറ്റേഷനുകൾ. ഒരു മലയാളി വിളിച്ചിട്ടല്ല, ഒരു ഇന്ത്യക്കാരൻ വിളിച്ചിട്ടല്ല. എന്നോട് തമ്പുരാൻ വ്യക്തമായി രാജ്യങ്ങൾ കാണിക്കുന്നുണ്ട്, വ്യക്തമായി രാജ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ സമാപനങ്ങളെ പ്രവചിക്കുന്ന രീതിയിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്ന്, എന്ന് തീരുവെന്ന്, എന്നിത് അവസാനിപ്പിക്കുമെന്ന് അതേപോലെ പ്രവചിക്കുന്ന ഒരു മേഖല. ഇത് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറയുന്നതല്ല, നോട്ട് ചെയ്തോ. ഇത് ലൈവ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുക, നോട്ട് ചെയ്തോ. ഏപ്രിൽ മാസം അസാധാരണമായ സ്പിരിച്വൽ കണക്ഷന്റെ മാസമാ. അത് ഭൂമിയിൽ വലിയൊരു അടയാളം വെളിപ്പെടും. എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരു അടയാളം ലോകത്തിൽ വെളിപ്പെടും. അതിന്റെ ടൈമിലേക്ക് നമ്മൾ പോവാ, അതിന്റെ ടൈമിലേക്ക് നമ്മൾ പോവാ. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിയുന്ന വലിയൊരു മഹാസംഭവം ലോകത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. ഈ 2026 ശരിക്കും പ്രാർത്ഥിച്ചോ. ഇന്ന് അതിലേക്ക് എൻ്റെ തല തിരിയേണ്ടതിന്, എൻ്റെ ചിന്തകൾ തിരിയേണ്ടതിന്, എൻ്റെ ആത്മാവ് തിരിയേണ്ടതിന്, പരിശുദ്ധാത്മാവേ എനിക്ക് സ്ട്രെങ്ത് വേണമപ്പാ. പരിശുദ്ധാത്മാവേ എനിക്കൊരു അസാധാരണമായ ധൈര്യം, എനിക്കൊരു അസാധാരണമായ ഫെയ്ത്ത്. Lopa tema tema sete. Oh, in the name of Jesus, in the name of Jesus. പരിശുദ്ധാത്മാവിന്റെ വലിയ ഡൈമെൻഷനുകൾ. എനിക്ക് നല്ല ഉറപ്പാ, ദൈവം 2012 ലോകത്തിലും പാപത്തിലും മോഹത്തിലും മദ്യപാനത്തിലും വെറുക്കൂത്തിലും നടന്ന എന്നെ ഒറ്റ രാത്രി കൊണ്ടാ തമ്പുരാൻ തൊട്ടത്. എനിക്ക് പരിശുദ്ധാത്മാവിനെ അറിയാം. തമ്പുരാൻ എന്തായാലും തീരുമാനിച്ചാൽ, ആരെങ്കിലും അധികരി ലോക്കായാൽ പിന്നെ അവന്റെ കാര്യം ദൈവാത്മാവ് ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവുമായി ലോക്കാക്. എന്നുള്ളത് തമ്പുരാൻ പിന്നെയും പറയാ, ഈ ഏപ്രിൽ മാസത്തിന് മുമ്പ് ശരിക്കും പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ടൈമാണ്. Oh, Ralbakara Makasi. Shito Brasate Brakesa Tere. Shaleri Aterika Maskarate. Oh, Rabasha Albanera Nevasha. നമ്മളിൽ ആക്റ്റീവ് ആകട്ടെ. നമ്മളിങ്ങനെ പോയാൽ പോരാ പ്രിയരെ, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് നടന്നാ പോരാ. ഓ ഇങ്ങനെ പോയാ പോരാ. ഇങ്ങനെ എത്ര നാൾ നമ്മൾ വചനം കേൾക്കും, എത്ര നാൾ നമ്മളിങ്ങനെ ഇരിക്കും, നമ്മൾ എത്ര നാളിരിക്കും. ഇത്രയും വലിയ കൃപ ലഭിച്ച നമ്മൾ, ഇത്രയും വലിയ ആത്മാവിനെ കിട്ടിയ നമ്മൾ എത്ര നാളിങ്ങനെ ഇരിക്കും. ഓ റാൽബേ റാസേ റേസേ റാസൻ ടെരികമ സ്വക റിയാലബ റബസിയാന്തരെ അർത്തിനിയ റഗൽബെനിയ റസെ ടെരിയ അർത്തന റിക ബസേരിയ ലബറിയ ഉഡാ ബാബ ശംദല ഓ റികബ റബ ശംദല റികമാനവ ഓ റികബ ശംദല റികതേരികമ സിയാന്തരെ അർത്തന റികബ ശാഖല റികബ ഓ റിബി 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 റിബ റബ ഉഡദൽ മനാറിയാന്തരി കമസിയാന്തരെ അർത്തന റികമ സെക്കേരിയാന്തരെ അർത്തന റികബ ശാഖന റിഗരെ ഓ റിഗരെ ബറബ ശംദല ബർത്തന റിഗരെ ഓ റികബ റബന ശംദല ബറബന റിഗരെ അർത്തിരിയാമ ശകേനിയാന്തരെ ഓ റികബ റബ 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 ശ റിഗദേരിഗദാരക ദേരിഗദാരക ദേരിഗദാര
ഓ ശബനാരകേരി ഒന്ന് ഇതൊരു വലിയൊരു സംഭവം നമ്മുടെ മേലേക്ക് വരാൻ വേണ്ടി പോകുക. ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആരെയും നോക്കണ്ട. ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിന്റെ മേലേക്ക് സംഭവിക്കാൻ വേണ്ടി പോകുക. ശരീരത്തിന് വലിയ എന്നൊരു സാധാരണ വിശ്വാസിയെ പോലെ ഈ ജീവിക്കാൻ ഈ കഴിയത്തില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചേ. എനിക്കിനി അവിടെ ഇവിടെയും നിൽക്കാൻ ടൈമില്ല. എനിക്ക് അവിടെ ഇവിടെ നിൽക്കാൻ ടൈമില്ല. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ ഇന്ന് ഒരുക്കാൻ വേണ്ടി പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ, ഓ യേശുവേ, ഒന്ന് പ്രാർത്ഥിച്ച യേശുവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ. ഏപ്രിൽ മാസത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ആ ഒരു ഡൈമെൻഷനിലേക്ക് എനിക്ക് കയറി പോണപ്പാ. ഓ യേശുവേ, യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥിച്ച യേശുവേ. ഓ റികടിരി പടതിരിക്കമന. ആ വാക്യം ഒന്ന് അന്വേഷിക്കുമായിരുന്നു. ഈ ഒരു വാക്യം എൻ്റെ ഉള്ളത്തിൽ നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ നിറഞ്ഞെങ്കിലും ചില സമയത്ത് നമ്മളെ പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യും നമ്മളെ. ഈ വചനം ഞാനിത് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു കൺഫർമേഷൻ തമ്പുരാൻ പറയാ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ 2-ാം വാക്യമാണ്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിപ്പിയെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു. പരിശുദ്ധാത്മാ പൗലോസിന് അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണോ? ബർന്നബാസിന് ആത്മാവില്ലാഞ്ഞിട്ടാണോ? പക്ഷെ ഒരു സെപ്പറേഷൻ, അവരുടെ ഇടയിൽ നിന്നും ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. ഇതൊരു എക്സ്ട്രാ ഓർഡിനറിയാ. കണ്ടോ, പൗലോസിന് ശൗല് ഓൾറെഡി പ്രവാചകനാന്ന് ബൈബിളിൽ പറഞ്ഞുണ്ട്. പൗലോസ് ആ സമയത്ത് താൻ പ്രവചിക്കുന്നുണ്ടായിരുന്നു, താൻ സാക്ഷ്യം പറയുന്നുണ്ട്, താൻ അത്ഭുതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വാക്കിനോട് പറയുക, അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുക, ആ ശൗലിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേല. കണ്ടോ, സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നവരെ പിന്നെ ഒരു വിളി. ഈ വിളിയാ ഒറിജിനല്. ഇതാണ് നമ്മൾക്ക് വേണ്ടത്. ഇതാണ് ഏപ്രിൽ മാസം സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. എക്സ്ട്രാ ഓർഡിനറി കോളിങ്, എക്സ്ട്രാ ഓർഡിനറി കോളിംഗ് ആണ്. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ പൗല് പറയാ, അവർ ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിപ്പിയെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. 2026 രാജ്യങ്ങളുടെ ഇൻവിറ്റേഷൻ കുറിച്ചു വെച്ചോണം. രാജ്യങ്ങളിൽ നിന്ന് കണക്റ്റ് ആവും. അത് യേശുവിനെ അറിയുന്നവരല്ല വിളിക്കുന്നത്. അങ്ങനത്തെ ചില സംഭവങ്ങൾ ഞാൻ എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ കാണിക്കുക. അസാധാരണമായിട്ടുള്ള എക്സ്പ്ലോർ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വെളിപ്പെടും. നിങ്ങൾക്ക് തന്നെ ഞാൻ തെളിവ് എൻ്റെ ഉള്ളത്തിൽ പറയാം. എൻ്റെ ഉള്ളത്തിൽ നിന്ന് തമ്പുരാനെ കണക്ട് ചെയ്യുക. യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുക. ഒരിക്കലും ഒരു ജയിൽ പുള്ളിയോട് രാജാവ് മിണ്ടത്തില്ല. രാജാവ് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. പക്ഷേ കാരാഗ്രഹത്തിൽ കിടക്കുന്നവന്റെ ഉള്ളത്തിൽ രാജാവ് ഇൻവൈറ്റ് ചെയ്യുക, നീ കൊട്ടാരത്തിലോട്ട് വാ, നീ വന്നൊന്ന് പ്രവചിക്കുവാൻ. പ്രവചിക്കണമെങ്കിൽ യോസേഫിന് ഒരു അസാമാന്യ ധൈര്യം വേണം. മുമ്പിൽ നിൽക്കുന്നത് രാജാവാ. തെറ്റിയാൽ തല പോകും. പിശാച് പറഞ്ഞു കാണും, നീ സൂക്ഷിച്ചോ, തെറ്റിയാൽ നിന്റെ തല പോകും. യോസേഫ് പറയും, ഒരു അസാധാരണമായ ധൈര്യം, രാജാവിനെ പോലെ തൊടുന്ന ധൈര്യം, ഒരു അസാധാരണമായ ഫെയ്ത്ത് ഇൻക്രീസ് ആകട്ടെ. ഓ യേശുവേ,
താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ തമ്പുരാൻ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഒരു റാഹേലിന്റെ ഭവനത്തെ തമ്പുരാൻ തൊടുവാന്ന് എൻ്റെ ഉള്ളത്തിൽ പറയുന്നത്. ഇത് കേൾക്കുന്നുകൊണ്ടിരിക്കുന്ന ലൈവിൽ എന്തു ആയിക്കോട്ടെ, റാഹേലിന്റെ ഭവനത്തിന്റെ അകത്ത് മുടിപ്പിന്റെയും അറപ്പിന്റെയും മോഷണത്തിന്റെയും പിശാചിക ശക്തികൾ വിട്ടുമാറുക. ഓ ജീസസ്, ഓ ജീസസ്. അതിന്റെ സൈനായിട്ട് അവിടുത്തെ ആൺ തലമുറയെ തമ്പുരാൻ തൊടും. ആ കുടുംബത്തിലെ ആൺ തലമുറയെ തമ്പുരാൻ ഓടിക്കും ദൈവരാജ്യത്തിന് വേണ്ടി. ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ട് എനിക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല? എനിക്ക് ദൈവം വിശ്വാസം തന്നു, കൃപാവരം തന്നു, വചനം തന്നു, കാണാപ്പാടം വചനം അറിയാം. എന്തുകൊണ്ട്? വായി ഒറ്റ ഉത്തരം, ഭയം. വീൽ ചെയറിരിക്കുന്ന രോഗികൾക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ കഴിയുന്നില്ല. മനസ്സ് പറഞ്ഞു സൗഖ്യമായില്ല, എന്ത് ചെയ്യും? ഫിയർ. മനസ്സ് പറയും നമ്മൾ സൗഖ്യമായില്ല, നാണക്കേട. ഫിയർ. ഈ ഫിയറിനെ ഓവർകം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ പ്രിയരെ. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് ഇതിനെ ജയിച്ചേ പറ്റത്തുള്ളൂ. പന്തിയോസ് പിലാത്തോസിനെ ജയിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് ഹെരോദാവിനെ ജയിച്ചേ പറ്റത്തുള്ളൂ. അതിന് ഒറ്റയാള് തീരുമാനിച്ചാൽ മതി. യേശുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് ഈ വ്യക്തിക്കകത്താ നമ്മൾ ഇരിക്കുന്നത്. ഇനി ഒരു നാണക്കേടും വിചാരിക്കരുത് കേട്ടോ. ധൈര്യമില്ലെങ്കിൽ പറ, കർത്താവേ എനിക്ക് ധൈര്യം. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തിയെ തൊടാൻ എൻ്റെ അകത്തിരിപ്പുണ്ട് അഭിഷേകം, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. പറ, എനിക്ക് അസാധാരണ വിശ്വാസം. അവനോട് പറയണം, യേശു നിന്നെ തൊടുമെന്ന് പറയുമ്പോൾ അവനെ തൊടുന്ന ഒരു ഫെയ്ത്ത് അകത്തിരിപ്പുണ്ട്. ഈ വിശ്വാസം ആക്റ്റീവ് ആയവരാണ് വിശ്വാസ വീരന്മാർ. എബ്രായ ലേഖനം, മനസ്സിലായോ? വിശ്വാസ വീരന്മാർ. അവർ വിശ്വാസി എന്നല്ല പറയുന്നത്, വിശ്വാസ വ്യത്യാസം മനസ്സിലായോ? നമ്മളെല്ലാം വിശ്വാസികളാ, വീരന്മാരാകുന്നില്ല. വീരന്മാരാകുന്നത് എക്സ്ട്രാ ഫെയ്ത്ത് വരുമ്പോഴാണ്. അപ്പൊ വാളിന്റെ വായ്ത്തലേക്ക് തെറ്റും, മരിച്ചത് ഉയർക്കും. ഇതാണ് എക്സ്ട്രാ ഫെയ്ത്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സമയം ഒത്തിരി മുന്നോട്ട് പോയി. കർത്താവിന്റെ മേശ നമ്മുടെ നടുവിലുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യും. ഉറപ്പായിട്ടും കർത്താവ് എടുത്താൽ പിന്നെ രാജ്യത്തിലെ ജോലിയൊന്നും നമുക്ക് വിഷയമൊന്നുമല്ല. ഫിനാൻസ് തമ്പുരാൻ തരും, നന്മ തമ്പുരാൻ തരും, ഡോർ ദൈവം തരും. പക്ഷെ ഇരിക്കണം. നോക്കിക്കേ, പൗലോസും ബർന്നബാസും എന്ത് ചെയ്തു? ഇരുന്നു. ഇവർക്ക് വേണേ എന്തെല്ലാം പണി ഉണ്ടായിരുന്നല്ലേ, അതെല്ലാം മാറ്റിവെച്ചു ഇരുന്നു. ഇരുന്നവനെ തമ്പുരാൻ വേർതിരിച്ചു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവിന്റെ മേശയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ അപ്പ നുറുക്കുകൾ നമ്മൾ കാണുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ അപ്പം കാണുമ്പോൾ ഉറപ്പിച്ചോണം, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇത് ഭക്ഷിക്കുമ്പോൾ പറയണം, എൻ്റെ അകത്തുണ്ട്. ഇത് കാണുമ്പോൾ പറയണം, എൻ്റെ കൂടെയുണ്ട്. അകത്ത് വരുമ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഇതാണ് ഈ അപ്പത്തിന്റെ ബലം. യേശു പറഞ്ഞു, എന്നെ തിരുന്നവൻ എൻ മൂലം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അകത്തുണ്ട്. എപ്പോഴും പറഞ്ഞു, കർത്താവ് ഈ ഉറപ്പ് എൻ്റെ അകത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ബുദ്ധി എപ്പോഴും ലോകവുമായിട്ട് കണക്റ്റഡ്. നമ്മുടെ കുഴപ്പമല്ല, പ്രാർത്ഥിക്കണം. അതിനെ ഓവർകം ചെയ്യാം. പരിശുദ്ധാത്മാവെ സ്ട്രെങ്ത്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം ആകുന്നു. ഇത് ഭക്ഷിക്കുമ്പോഴൊക്കെയും നമ്മളത് ഒറ്റക്കാര്യം ഓർത്ത് അകത്ത് സ്വർഗം കണക്റ്റ് ആയിരിക്കുന്നു. ആവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകും. ഇതാണ് എൻ്റെ സ്ട്രെങ്ത്. ഈ രക്തമാണ് എൻ്റെ ബലം. എന്തും ഏതു സമയത്തും കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ യേശുവിൻ്റെ രക്തം എന്നെ ഇടയാക്കി. അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം സ്വർഗത്തിൽ. എപ്പോൾ വേണമെങ്കിലും സ്വർഗത്തിൽ ചെല്ലാം. കൃപാസനത്തിൽ ചെല്ലുവാൻ എനിക്ക് ബലമുണ്ട്. നമ്മൾ ഒരുമിച്ച് ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ പറയണമേ, അസാധാരണമായ ധൈര്യം. ഇന്നു മുതൽ മുടങ്ങാതെ പറയണം, അസാധാരണമായ ധൈര്യം. എല്ലാവരും ഒരുമിച്ച് കരങ്ങളിൽ പിടിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ചത് പാനം ചെയ്യാം. തിരുമേശ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവന് ദൈവം യോഗ്യരാക്കിയിരിക്കുന്നു. 2026
വലിയ ഫിനാൻഷ്യൽ ഡോറുകൾ തുറക്കുന്ന വർഷമാണ്. എൻ്റെ ഉള്ളത്തിൽ യോസേഫിനെ ധ്യാനിക്കുവാൻ തമ്പുരാൻ പറയുക, കാരാഗൃഹത്തിൽ കടന്നപ്പം 0 ബാലൻസ് അക്കൗണ്ട്, കാരാഗൃഹത്തിൽ കടന്നപ്പം 0 അദ്ദേഹത്തിൻ്റെ കബോർഡിലെ വസ്ത്രങ്ങൾ. പക്ഷെ ഒറ്റ പ്രവചനം, പ്രമോഷൻ കിട്ടി, സ്റ്റാറ്റസ് മാറി, വസ്ത്രം മാറി, ബാങ്ക് ബാലൻസ് മാറി. അങ്ങനെയെങ്കിൽ 2026 സ്റ്റാറ്റസുകൾ മാറാൻ വേണ്ടി പോവാം. നമുക്ക് ഒരുമിച്ച് കരത്തിലെടുത്ത് നമുക്ക് ഭക്ഷിച്ച് കർത്താവിൻ്റെ തന്നസിൽ അതിന് മുമ്പായിട്ട് നിമിഷം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച്, ഇത്രയും നേരം കേട്ടില്ലേ ഒന്ന് പറഞ്ഞേ, എൻ്റെ ഭയമൊക്കെ മാറ്റണപ്പാ, എനിക്ക് കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ട്, എനിക്കൊരു അസാധാരണ ധൈര്യം വേണം. അത് തന്നെ ഹൃദയത്തിൽ പറയണേ. പോൽ മുറിഞ്ഞിടുന്നു മകനേ, മകളേ, നീ മാന്യനായിടുവാൻ. മകളേ, മകളേ, നീ മാന്യനായി നമ്മൾ ഒരുമിച്ചത് ഭക്ഷിച്ച് ദൈവസന്നിധിയിൽ ഹോളി സ്പിരിറ്റ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നിർബന്ധമാകും. കഴിയുമെങ്കിൽ നമുക്ക് മാസത്തിൽ 1 ആണെങ്കിലും സന്നിധിയിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. ദേശത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ദൈവം അയക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ കാണുവാൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കും. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കാണും. ദേശത്തിൻ്റെ നന്മ നമ്മുടെ വീട്ടിൽ വരും. ഈ രാജ്യത്തിൻ്റെ നന്മ നിങ്ങളുടെ വീട്ടിൽ വരണം. കൊട്ടാരത്തിൻ്റെ നന്മ കാരാഗൃഹത്തിൽ കിടന്ന യോസേഫിൻ്റെ വീട്ടിൽ വന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നന്മ നിങ്ങളുടെ വീട്ടിൽ വരും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കാം. 2026 നമ്മൾ ഓൾറെഡി വിതച്ചായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ. എങ്കിലും വലിയൊരു ഫിനാൻഷ്യൽ ഡോറ്, വലിയൊരു ഫിനാൻസ് തമ്പുരാൻ, വായ്പ മേടിക്കാതെ വാരി വിതറി കൊടുക്കുവാൻ കഴിയുന്ന ഒരു നന്മ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കവിയട്ടെ യേശുവേ, ഒഴുകട്ടെ. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന അസാധാരണമായൊരു ഫെയ്ത്തും അസാധാരണമാണ്. ബെനിവർ ഒന്ന് പ്രാർത്ഥിച്ചട്ടെ വിധേയോർത്ത്. പിതാവെ, സ്തുതിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. കർത്താവെ, നിന്റെ വയലിൽ വിതയ്ക്കുമ്പോൾ അത് 30, 60, 100 മേനിയായി കർത്താവെ കൊയ്തെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ശൂന്യമായ കരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ കേട്ട ദൂത് പോലെ കർത്താവെ രാജകൊട്ടാരത്തിലെ